എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകരായ നിങ്ങൾക്കൊക്കെ ഈ ഫ്ലവേഴ്സ് ഒരു കോടി വിത്ത് കോമഡി ഇഷ്ടപ്പെടുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ മത്സരാർത്ഥികളൊക്കെ നമ്മൾ സൂക്ഷിച്ചാണ് ഇപ്പോൾ തിരഞ്ഞെടുക്കുന്നത്. അത്യാവശ്യം കോമഡിയൊക്കെ പറഞ്ഞ് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആൾക്കാരാണ് വരുന്നത്. അപ്പൊ ഇന്ന് ആരായിരിക്കും ഈ വേദി അലങ്കരിക്കാൻ വരുന്ന മത്സരാർത്ഥികൾ? പറയുമ്പോൾ രണ്ട് ചങ്കന്മാരാണ്, ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ്, തിക് ഫ്രണ്ട്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതേസമയം പാരവയ്പ്പിന് വേന്ദ്രന്മാരാണ് രണ്ടും. വരികയാണ് നമ്മുടെ ചെറിയ സ്ക്രീനിലും വലിയ സ്ക്രീനിലും ഒക്കെ വെട്ടിത്തിളങ്ങുന്ന നമുക്ക് പ്രിയങ്കരായ രണ്ടുപേർ, അഖിൽ കവലിയൂർ ആൻഡ് നോബി മാർക്കോസ്. ഹായ് നോബി, ജീവിതമൊക്കെ കുഴപ്പമില്ലേ? ഓക്കെ ആണല്ലോ, ശരി, ഓക്കെ. നോബി, ഞാൻ പറഞ്ഞ ഈ കുഴപ്പമൊന്നും ഇല്ലാത്ത ജീവിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാ. ഫ്ലവേഴ്സ് ഉള്ളതുകൊണ്ട് ജീവിച്ചു ആണല്ലേ? അപ്പൊ പ്രേക്ഷകർ വിചാരിക്കെങ്കിൽ ഫ്ലവേഴ്സിലോട്ട് കയറിയാലോ? ഓക്കെ ഓക്കെ. എങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്? അഖിലിന് ഫ്ലവേഴ്സിൽ ഇറങ്ങാൻ സമയമില്ല. അഖിൽ അവിടെ തേനീച്ചാണെങ്കിൽ വല്ലപ്പോഴും റെസ്റ്റെങ്കിലും എടുക്കും. ഇത് അതുമില്ലല്ലേ, കൂടി കിടക്കല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അഖിലെ, ഈ പൊതുവേ ഇപ്പൊ ഈ നോബി സിനിമയിലൊക്കെ പോയി രക്ഷപ്പെട്ടതിന് ശേഷം അഖില് വ്യാപകമായി പറഞ്ഞു പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് എന്നെ വഴികാട്ടിയത് നോബിയാണ്, നോബിയുടെ കളരിയിലാണ് ഞാൻ പഠിച്ചത്. എന്താണാവോ അതിന്റെ രഹസ്യം? അല്ല, അത് അവരാണ് പറഞ്ഞോണ്ട് നടക്കുന്നത്. അല്ല, നീയല്ലേ പറഞ്ഞോണ്ട്. സാറേ, ഞങ്ങള് 20 വർഷത്തെ ബന്ധമാണ്. 20 വർഷത്തിന് മേളിലായി. അപകടം ഉണ്ടല്ലേ? 27 വർഷമായി. 24. പക്ഷെ ഇന്നേ വരെ പിണങ്ങിയിട്ടില്ല. എന്തത്? ഒരു വലിയൊരു അടിക്കായിരിക്കും. എന്റെ അമ്മ പറയുമായിരുന്നു പണ്ട്, അഖില് പഠിക്കാൻ ഭയങ്കര മിടുക്കനായിരുന്നു, ഞാൻ ലോക തോൽവി. അപ്പൊ എന്റെ അമ്മ പറയായിരുന്നു, അഖില് 10ാം ക്ലാസ്സിൽ ഡിസ്റ്റിങ്ഷൻ മേടിച്ചപ്പോ ഞാനൊന്ന് കയറ്റി വെച്ചപ്പോ നീ ഇറക്കില്ല. ആച്ചപ്പം +2 ഇവിടെ ഒരു മാർക്കും ഇല്ലാതെ കറങ്ങി തിരിഞ്ഞ അഖിലിനെ കണ്ട് പടിയടാ, അഖിലിനെ കണ്ട് പടി. അത് കഴിഞ്ഞ് +2 കയറിയപ്പോ ഇവൻ വീണ്ടും ഫസ്റ്റ് ക്ലാസ്. ഇത് എങ്ങനെ ഒപ്പിച്ച്? അവിടെയും പറഞ്ഞു അഖിലിനെ കണ്ട് പടി. ഡിഗ്രിക്ക് പോയിട്ട് പാസ് ഉള്ളായിരുന്നു. അന്ന് നീറ്റ് പരീക്ഷ ഉണ്ടോ? സെക്കൻഡ് ക്ലാസ് ഉണ്ടോ? നീറ്റ് പരീക്ഷ ഞാൻ അത്യാവശ്യം പഠിക്കുന്നു. അഖിലിനെ കണ്ട് പഠിക്കാൻ പറഞ്ഞു. പക്ഷെ ഇവൻ മാനസികമായിട്ട് എന്നെ കണ്ട് പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു. കാര്യം എനിക്ക് മിമിക്രി ആയിരുന്നു ഇഷ്ടം, ഇവന് ഉള്ളിൽ മിമിക്രി ആയി. പക്ഷെ അന്ന് ഞാൻ പഠിച്ചില്ല, ഇവൻ പഠിച്ചു. പക്ഷെ ഇപ്പൊ രണ്ടുപേരും മിമിക്രി കൊണ്ടാണ് നമുക്ക് സമയം ലാഭമായി. ഇത് സമയം ഒരുപാട് അകലെ കൊണ്ട് കളഞ്ഞു. നോബിയൊക്കെ മിമിക്രി മോണോ ആക്ടും ഒക്കെ പഠിപ്പിച്ചത് നമ്മുടെ എ റഹീമാണോ? ഞങ്ങള് അയലോക്കാരാണ്. അപ്പൊ പുള്ളി പാർട്ടി വരുന്നതിന് മുമ്പാണോ അതോ അന്ന് ചെറിയ സ്കൂളിൽ പഠിക്കുന്ന പുതിയ അറിവാ? ഒരു രാജ്യസഭാ അംഗമാണ് എന്നെ മോണോ ആക്ട് എന്നുള്ള മിമിക്രി എന്നെ ആദ്യമായിട്ട് മോണോ ആക്ട് പഠിപ്പിച്ചത് പിന്നെ റഹീമണ്ണനാണ്. പുള്ളി ഇത് എവിടെ നിന്ന് പഠിച്ചു? പുള്ളി ഭയങ്കര അഭിനയമായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. പുള്ളിയുടെ നാടകങ്ങളൊക്കെ ഭയങ്കര വൈറലായിരുന്നു. എവിടെ ചെന്നാലും എന്നെ കാണുമ്പോൾ പറയും റഹീമണ്ണ ഡൂപ്പാണെന്ന് പറയും. അത് കറക്റ്റ് ആട്ടോ. ഒന്ന് ക്യാമറ ഒന്ന് ക്ലോസ് ചെയ്ത് അഖിൽ കവലിയൂർ എ റഹീമിന്റെ ഡ്യൂപ്പ് ആവുന്നത്. ഞങ്ങളിടയ്ക്ക് ഒരു ഫംഗ്ഷൻ പോയപ്പോ ഇതേപോലെ ഞാനും ഒന്ന് കൈ കെടുത്ത് പ്രസംഗിച്ച് നോക്കി. വളരെ കമന്റ് ഇടാറുണ്ട്. അല്ല, നിങ്ങള് തമ്മിൽ കണ്ടപ്പം റഹീം ഇത് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരനൊന്നും പറയുന്നു ഒരു പുള്ളിയുണ്ട്, നിങ്ങൾ അതേ കണക്കാണ് ഇരിക്കുന്നത് പറയുന്നത്. പക്ഷെ ഒരു രീതിയിൽ നല്ലതാ കാര്യം അഖിലിനെ. ഇതിപ്പോ ഏതെങ്കിലും വല്ല കള്ളനോ കൊലപാതകയോ വല്ലോ ആയിരുന്നെങ്കിൽ അഖിൽ അകത്ത് പോയിന് അല്ലേ? ഇതിപ്പോ എ റഹീം ആയതുകൊണ്ട് ടെൻഷൻ ഇല്ല അല്ലേ? നിങ്ങള് കുട്ടിക്കാലത്തൊക്കെ കുറച്ചുകൂടെ സുന്ദരന്മാരായിരുന്നു. അതിന്റെ ഒരു പടം നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോഴും സുന്ദരന്മാരാണ്. അല്ല, കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. വേണമെങ്കിൽ ഒന്ന് കണ്ടോളൂ. ആ മോളിലെ പടമാണ് സൂപ്പർ അല്ലേ നോബി? ഇത് ഒരു 20 വർഷം മുമ്പ് ഞങ്ങളൊരു സോങ് ആൻഡ് ഡ്രാമ ഡിവിഷന്റെ ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് അവിടെ വെച്ചാണ് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത്. ആരോട് പരിചയപ്പെട്ടു ആദ്യം? നമ്മള് പത്രത്തിൽ ഇങ്ങനെ ഒരു പരസ്യം ഉണ്ടായിരുന്നു, കലാകാരന്മാരെ ആവശ്യമുണ്ട്. തോന്നിയത് അതാണെന്നുള്ള കലാകാരനെ തോന്നി. സ്കൂൾ അടച്ചിരിക്കുകയല്ലേ, ഞാനൊരു കാർഡിൽ നിന്ന് കൗലൂരിന്ന് എഴുതി വിട്ടു, വെഞ്ഞാറോട്ട് എഴുതി വിട്ടു. അപ്പൊ ഞങ്ങളെ വിളിപ്പിച്ചു. അവിടെ വെച്ചാണ് ഞങ്ങൾ കാണുന്നത് ആദ്യമായിട്ട്. നിങ്ങൾ കണ്ടപ്പോ എന്തോ സംസാരിച്ച ആദ്യം? രണ്ടുപേർക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പൊ അങ്ങനെ നമുക്കൊന്ന് മിമിക്രി തുടങ്ങാന്നൊക്കെ പറഞ്ഞ് അതാണ് 10 സ്റ്റേജിൽ വലിയൊരു ഷോ ആയിരുന്നു സാർ. അതിനകത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ അരുണണ്ണൻ, ഡോക്ടർ അരുൺ, പുള്ളി അഭിനയിക്കാൻ വന്നു. ഞാൻ ഇവൻ പിന്നെ നമ്മുടെ ബിരിയാണി സിനിമയുടെ ഡയറക്ടർ സജിൻ ബാബു, ഞങ്ങളെല്ലാരും ആയിരുന്നു. അപ്പൊ 7 ദിവസം റിഹേഴ്സൽ, 7 ദിവസം പ്രോഗ്രാം. അപ്പൊ ഈ നല്ല പൈസ കിട്ടിയെന്ന് കേട്ടു. അതിന് നല്ല പൈസയാണ് സാറേ. സർക്കാരിന്റെ അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു 14 ദിവസം 14,000 രൂപ കിട്ടി. അതായിരുന്നു ജീവിതത്തിൽ ആദ്യമായിട്ട് നമുക്കൊന്ന്. ഇത് തീർന്നില്ലല്ലോ സാറേ, ഇപ്പൊ എത്ര കിട്ടിയാലും തികയില്ല. ഇത് തീർക്കാൻ പെടുന്ന പാട്.
ആ, ഒരു ഇത് ഏത് കൊല്ലമാണ് ഇത്? 2002 രണ്ടാണെന്ന് തോന്നുന്നു സാർ. 2002. 2001. അന്ന് ഒരുപാട് പോക്കറ്റ് നിറച്ച് പൈസ കിട്ടിയല്ലേ? പക്ഷേ ഏറ്റവും ലാസ്റ്റ് ദിവസമാണ് പേയ്മെന്റ് കിട്ടിയത്. ആ. അപ്പൊ ഞങ്ങൾ ഈ ചന്ദ്രശേഖര സ്റ്റേഡിയത്തിലാണ് ഈ ഷോ. ഒരുപാട് സെറ്റ് ഉണ്ടല്ലോ. എന്തോ അവതരിപ്പിക്കണ്ട അവിടെ. സ്വാതന്ത്ര്യ സമരത്തിന്റെ ആയിരുന്നു സബ്ജക്ട്. പടം ഗാന്ധിയനൊക്കെ എല്ലാം ഉണ്ട്. പോലീസുകാരായിട്ട് വരണം, പട്ടാളക്കാരായിട്ട് വരണം, ബ്രിട്ടീഷുകാരായിട്ട് വരണം. അപ്പം 10 സ്റ്റേജിൽ ഓട്ടമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഡ്രസ്സിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം കോട്ടയുണ്ട്, കൊട്ടാരമുണ്ട്, ടെന്റ് ഉണ്ട്. ഓരോ ദിവസം ഓരോ സ്ഥലത്താണ് ഞങ്ങൾ കിടക്കുന്നത്. 14 ദിവസം. കാരണം എല്ലാരും വീട്ടിൽ പോകും. എല്ലാവരും ഞങ്ങൾ മാത്രം വീട്ടിൽ പോക്കില്ലല്ലോ. നിങ്ങൾ പാളയത്ത് കിടന്നുറങ്ങി. അവിടെ കിടന്നുറങ്ങും. സ്റ്റേജിനകത്ത് എന്നിട്ട് ഉച്ചയ്ക്ക് നല്ല വിഭവസമൃദ്ധമായ വിളിക്കാത്ത കല്യാണത്തിന് ബിഷപ്പ് പെരേര ഹാളിച്ച് ബിരിയാണിയും കഴിച്ചിട്ട് വീണ്ടും വന്നൊരു. പക്ഷെ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ടാന്ന് തോന്നുന്നു ഈ സ്പോട്ടിൽ നടക്കുന്ന കല്യാണത്തിനല്ലേ ഇപ്പം ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ക്ഷണിക്കാത്തവർ അകത്തോട്ട് കയറുന്നത്. ഇല്ല സാറേ, നമ്മളങ്ങനെ പാവപ്പെട്ട കല്യാണത്തിന് പോകാറില്ല. അല്ല, മിക്ക കല്യാണം നടത്തുന്നവരും പറയുന്നറിയോ, ഒരു 400 ഊണ് അധികം പോയി, അതെങ്ങനെ പറ്റി ഞങ്ങൾ ഊണ് പിടിക്കാറില്ല സാറേ, ബിരിയാണി പിടിക്കാറുള്ളൂ അല്ലേ? ഓക്കെ. പക്ഷെ അത് സൂപ്പർ ആയിരുന്നു കാര്യം. അവിടെ എല്ലാം കൂടെ ഒരു 8-10 മണ്ഡപം ഉണ്ടല്ലോ. ഒരിടം അല്ലെങ്കിൽ മറ്റിടത്ത് സംഭവം റെഡിയാണല്ലോ. പിന്നെ നമുക്ക് പൈസ ഒന്നുമില്ല സാറേ, കാരണം ഉച്ചയ്ക്ക് ഒരു നേരത്തെ കഴിപ്പൊക്കെ ഉള്ളു. സാധാരണ ആൾക്കാർക്ക് ചെറിയൊരു ചമ്മൽ വരുമല്ലോ സാറേ വിളിക്കാത്ത കല്യാണത്തിന് വയറ് വിശക്കുമ്പോ എന്തിനാ ചമ്മല്? അതില്ലായിരുന്നു ഞങ്ങൾക്ക്. വേറെ കോമഡി ഉണ്ട് ഇതില്. ഒരു ദിവസം ഇവൻ ഇങ്ങനെ ഷർട്ട് ഇട്ടുകൊണ്ട് പോകും. പിറ്റേ ദിവസം അവിടെ പോകണമെങ്കിൽ അവന്റെ ഷർട്ട് ഞാനോടും എന്റെ ഷർട്ട് എവനോടും. അപ്പൊ ഫുൾ ദാരിദ്ര്യമല്ലേ? സെറ്റപ്പ് എങ്ങനെയായിരുന്നു നോബി? നല്ലായിരുന്നു സാറേ. അത് കഴിഞ്ഞ കാര്യം പിന്നെ അന്ന് തുടങ്ങിയൊരു ബന്ധമാണ് ഞാനും. നമുക്ക് മിമിക്രി കയറണം, ട്രൂപ്പിൽ കയറണം, ഇതാണ് ലക്ഷ്യം. നമുക്ക് സിനിമ മമ്മൂട്ടി മോഹൻലാൽ ആവണോ അങ്ങനെയുള്ള ആഗ്രഹം എങ്ങനെയെങ്കിലും സ്റ്റേജിൽ കയറുക. പിന്നെ സ്റ്റേജിൽ നിന്ന് ഒരൊറ്റ പോക്ക്. അല്ല, സ്റ്റേജിൽ നിന്ന് പിന്നെ സാലറി കൂടണമെങ്കിൽ ചാനലിൽ വല്ല പരിപാടി വേണം. എങ്കിൽ അതായത് ഇപ്പൊ 200 രൂപ പ്രോഗ്രാം കിട്ടുമ്പോൾ കാശ് കിട്ടും. അത് കഴിഞ്ഞ 10-600 ശമ്പളം കിട്ടും. പിന്നെ അതിന് കുറെ അലച്ചലുണ്ടായിരുന്നു. കുറെ ചാനൽ ഏതെങ്കിലും പ്രൊഡ്യൂസർമാരെ കാര്യം വാരി തറയടിച്ചോ? ഈ ചാനലിലൊക്കെ ഏഷ്യാനെറ്റ് വഴിയൊക്കെ കയറി വന്നപ്പോഴേ നമ്മുടെ നാട്ടുകാരായ പ്രൊഡ്യൂസർമാർക്ക് വല്ലതും അതൊന്നുമില്ലല്ലേ? ഇല്ല, നമ്മൾ ആരും കൈവിട്ടിട്ടില്ല. അതാണ് ഏറ്റവും വലിയ സത്യം. നമ്മള് പോയ വാതിലുകളൊന്നും അടഞ്ഞിട്ടില്ല. അത് തന്നെ നമ്മള് ഇറങ്ങുമ്പോ അടച്ചല്ലേ പോവും. ഓക്കെ. അഖിലെ, ഈ നോബിയെ കുറിച്ച് ഓർക്കുമ്പോഴേ ഈ നോബിയുടെ കൂടെ ഒന്നിച്ച് പ്രോഗ്രാം ചെയ്യാൻ ഒരുപാട് പരിപാടി. ഏറ്റവും വലിയ മണ്ടത്തരം എവിടെ പറ്റിയത്? മണ്ടത്തരം എന്ന് പറഞ്ഞാൽ വേറൊരു സൂപ്പർ കോമഡി ഉണ്ട് അവന്റെ. അതായത് ഇവനാണ് പ്രോഗ്രാം പിടിക്കുന്നത്. കാരണം എക്സ്പെർട്ട് ആണ്. ഒരു സ്ട്രാറ്റജി നോബി ഇല്ല, എല്ലാരും വിളിച്ച് ചോദിക്കും. അന്നത്തെ എനിക്ക് അപ്പൊ നോബി ഒരു ഓണത്തിന് പ്രോഗ്രാം പിടിച്ച് കോന്നിയില് ഓണം ഫെസ്റ്റ് ആണ്. അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പരിപാടിയാണ്, അത്യാവശ്യം പേയ്മെന്റ് പോവാന്നും പറഞ്ഞ് ഒരു ബൈക്കിൽ ഞാനും ഇവിടുന്ന് കോന്നിയിൽ പരിപാടിക്ക് പോവുകയാണ്. അപ്പൊ അന്ന് സാറേ ഈ സാധാ ഫോണാണ്, ആൻഡ്രോയിഡ് ഫോണൊന്നുമില്ല. അപ്പൊ അതിൽ ടെക്സ്റ്റ് മെസ്സേജ് ആണ് സ്ഥലം കോന്നി ആണ് പരിപാടി നടക്കുന്നത്. കോന്നിയില് പോത്തുവേടി സ്ഥലത്തിന്റെ പേര്, സ്ഥലത്തിന്റെ പേര്. അപ്പൊ ഞാൻ ഇവിടെ ചെന്ന് ഒരു 4 മണിയായപ്പോ ചെന്ന് പോത്തുവേടി, ഈ കോന്നി ജംഗ്ഷനിൽ ഇറങ്ങി പോത്തുവേടി തിരക്കി കിടക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ അറിഞ്ഞൂടാ ഈ പോത്തുവേടി. അപ്പൊ ഞാൻ അവിടെ ചെന്ന് ചായക്കട ചോദിച്ചു, ആട്ടോ സ്റ്റാൻഡിൽ ചോദിച്ചു പോത്തുവേടി ഇവിടെ അറിഞ്ഞൂടാ. അപ്പൊ അവർ പറഞ്ഞു ഇവിടെ അങ്ങനെ സ്ഥലമൊന്നുമില്ല. അപ്പൊ ഞാൻ ചോദിച്ചാ കോന്നി തന്നെ പറ്റിച്ചായിരിക്കും. അല്ല, ഇത് ഓണം ആഘോഷം പരിപാടി നടക്കുന്നുണ്ടോ? അഡ്വാൻസ് തന്നിട്ടുള്ളതാണ്. പിന്നെ ഞാൻ അവസാനം ഫോൺ മേടിച്ച് നോക്കിയപ്പോഴത്തേക്ക് സംഭവം എന്താണെന്നറിയാമോ? കോന്നി പൊതുവേദി എന്നാണ് അടിച്ചേക്കണം. വായിച്ചത് പോത്ത് ചേർത്ത് പൊതുവേദി എന്ന് വെച്ചാൽ അങ്ങനെ പോത്ത് നോബിയാണത് വായിച്ചെടുത്തല്ലേ? അങ്ങനെ പൊതുവഴി അങ്ങനെ പറഞ്ഞില്ലേ സാറേ? സാറ് പറഞ്ഞില്ല ഇവന്റെ വഴികാട്ടിയായിരുന്നു. അല്ല, ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, നോബി പറയുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അഖില് അതായത് സാറ് പിന്നെ പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ നോബി, ഞാനൊരു കാര്യം പറയാം. ഗുരുവായൂർ അമ്പലനടയിൽ ഒന്ന് ശ്രദ്ധിക്കപ്പെട്ടു. ആൾക്കാരൊക്കെ ചെറുതായിട്ട് സംസാരിച്ചു തുടങ്ങി. അതിനുശേഷം നോബിക്ക് ഞാൻ ചില ഡയറക്ഷൻ സിനിമയപ്പാൻ കൊടുത്തെന്നായി തിരിച്ചായി. ഇപ്പൊ തിരിച്ചു പറഞ്ഞു തുടങ്ങി. ഇവന് പിന്നെ ഇവിടെ നിന്ന് ലാലേട്ടന്റെ ഫിഗർ ചെയ്യും, സ്റ്റാർ മാജിക്കിൽ മീശയൊക്കെ ചുരുട്ടി ഭയങ്കര ഡയലോഗാണ്. ആദ്യമേ പറയും മോഹൻലാലാണെന്ന്. അന്ന് 5 ഡയലോഗ്. 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ദുചൂടൻ വരുന്നു, പുതിയത് കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും. ഇന്നൊക്കെ ഭയങ്കര മാസ് ഡയലോഗ് അടിച്ചിട്ട് തിരിച്ചങ്ങോട്ട് എന്റെ വണ്ടിയിലാണ് വരുന്നത്. മീശ ചുരുട്ടിയാണ് ഇരിപ്പ്. കല്ലമ്പലത്തെത്തുമ്പം എന്റെ വണ്ടി ഓട്ടിക്കുന്ന ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ നമുക്ക് കവലൂർ വഴി അങ്ങ് പോയാലോ? അപ്പൊ രാത്രി എത്ര മണിയാവും സാറേ? 2 മണി 3 മണി ടൈമൊക്കെയാണ്. ഇവിടെ ചെല്ലുമ്പം 40 വയസ്സ് കഴിഞ്ഞതിന് വീടിന്റെ അടുത്ത് വണ്ടി പോകൂല, വണ്ടി റോഡിലെത്തും. അവിടെ നിന്ന് ഇച്ചിരി നടക്കണം എന്റെ വീട്ടിലോട്ട്. ഇവൻ പകുതി എത്തുമ്പോ ഞാൻ കേൾക്കാതെ വിളിക്കും ഇവന്റെ അമ്മ. ആ രാത്രി ആ അമ്മച്ചി ടോർച്ചും കൊണ്ട് വന്നു ഇവനെ കൊണ്ടുപോകാൻ. പേടിയാ. എന്നിട്ട് ആ അമ്മച്ചി ഇവന്റെ ബാക്കിൽ നിന്ന് ടോർച്ച് അടിച്ചു കൊടുക്കണം ഇവന് പോവാൻ. അല്ലെങ്കിൽ അമ്മ ഫ്രണ്ട് ഞാൻ ബാക്കിൽ നിന്ന് വരാം. അതില്ല, ഇല്ലല്ലേ, ഇത് ഞാൻ കണ്ടുപിടിച്ചിട്ട് ഇവൻ ലാസ്റ്റ് അമ്മയുടെ പറഞ്ഞു, അമ്മ
വരുമ്പം മതിലിന്റെ അപ്പുറത്തെ നിൽക്കാൻ ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ കാണണ്ട. അതെന്തായാലും കൊള്ളാം അല്ലേ? അതെ, ഇവന്റെ ഈ പൊതുവടി വേറെ സംഭവമുണ്ട്. നെയ്യാറ്റിക്കൽ ഒരു പരിപാടി, ഈ അടിയുടെ സെക്രട്ടറി ട്രൂപ്പിന്റെ ഇതേപോലെ എഗ്രിമെന്റും കൊണ്ട് ഫ്രണ്ട് ഇരിക്കുകയാണ്. നെയ്യാറ്റിങ്കര പെരുമ്പഴുതൂർ മഞ്ചവിളാകം ആർച്ചുകോണം, അതാണ് എഗ്രിമെന്റിൽ പരിപാടി സ്പോട്ട്. ആർച്ചുകോണം ഫ്രണ്ട് ഇരുന്ന് പോട്ട് പെരുമ്പഴുതൂരെ മഞ്ചവിളാക ഇവിടെ ചെന്ന് ഇതേപോലെ ഈ പൊതുവടി പോലെ ആർച്ചുകോണം തിരകയാണ്. ലാസ്റ്റ് സംഭവം എന്താണെന്ന് അറിയാമോ? വായിച്ചു നോക്കിയപ്പോ അത് മലയാളത്തിലാണ് എഴുതിയേക്കണ. നെയ്യാറ്റിങ്കര പെരുമ്പഴുതൂർ മഞ്ചവിളാകം കഴിഞ്ഞ് ആർച്ച് കാണാം അമ്പലത്തിന്റെ. ഈ അളി ആർച്ചുകോണം തിരക്കി കിടക്കുകയാണ്. തമിഴ്നാട് ബോർഡർ അല്ലേ, അവിടെ ചെന്ന് വണ്ടി നിർത്തിയപ്പോ ഈ ഘോഷയാത്ര പറഞ്ഞുകൊണ്ട് പ്രോഗ്രാം വേണ്ടി സ്റ്റേജിന്റെ അടുത്ത് പോകണമല്ലോ. അപ്പൊ അവിടെ നിന്ന് ഒരു ചേട്ടാ സ്റ്റേജ് എവിടെ? അപ്പൊ പുള്ളിക്ക് നിങ്ങൾ കൊണ്ടുവന്നില്ലേ എന്ന്. പിന്നെ ചോറ് കൊണ്ടുവരും പോലെ ഒരു സാധനം കൊണ്ടുവന്നില്ലേ? ഓക്കെ, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ ഈ സ്റ്റാർ മാജിക്കിൽ ഈ മോഹൻലാല് നോബി പറഞ്ഞ പോലെയുള്ള വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലേ? കളി പഠിപ്പിക്കാൻ ഒന്നുകൂടെ വരികയാണെന്ന് പറയുന്ന സംഭവങ്ങളുണ്ട്. ഇത് എപ്പോഴെങ്കിലും ഈ അപകടം ലാല് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെന്നാണ് എന്താ പറഞ്ഞത്? എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ഒരുപാട് സ്കിറ്റിന്റെ സ്പൂഫ് ചെയ്തിട്ടുണ്ട്, ഞാനും തങ്കച്ചേനും കൂടെ. അല്ല, ലാൽ സാർ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. വല്ലതും പറയൂ. ഇനി ഏതെങ്കിലും ഒരു സാധനം പുള്ളിക്കൊന്ന് അയച്ചു കൊടുക്കണം. അതെ, കാരണം ലാലേട്ടന്റെ ഏകദേശം നല്ല ഹിറ്റ് മാസ സിനിമകളെല്ലാം സ്പൂഫ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നൊരാരും നെഗറ്റീവ് അല്ല അതിന്റെ അന്തസത്ത കളയാത്ത രീതിയിലുള്ള. അപ്പൊ ഈ ലാലാകുമ്പോ ഈ മീശ മേലോട്ടം കയറുമോ? എങ്ങനെ അതിന്റെ ഇങ്ങനെ മീശ ഒന്ന് പിരിക്കും സാറേ? പിരിക്കും. പിരിച്ചിട്ടാണോ മറ്റേ ഡയലോഗ് അടിക്കുന്നത്? ചുണ്ടേല് കടിച്ചുപിടിയുണ്ടല്ലോ, ഒരു കടിച്ചുപിടിയുണ്ടോ? എങ്ങനെയാ കടിച്ചുപിടി? എങ്ങനെ കണ്ണാടി കണ്ട അപ്പൊ അങ്ങനെ ആയിപ്പോയി. ഇവരെ കിട്ടും ഇപ്പോഴും വട്ടളക്കുമല്ല ഇവിടെ കണ്ണാടി കിട്ടും. അങ്ങനെ നടക്കുള്ളൂ. എനിക്ക് തോന്നുന്നത് ഈ അങ്ങനെ ഈ കടിച്ചു പിടിച്ചുള്ള ഏറി കണ്ടിട്ട് നോക്കുമ്പോണ്ടല്ലോ എക്സ്ട്രാ ഇറക്കുമോ? അപ്പൊ നമുക്ക് LED വാളില് എന്തോ ഒരു സംഭവം വരുന്നുണ്ട്, അപകടം വരുന്നുണ്ട്. ജീവിക്കാൻ ഇപ്പൊ ഒരു മോഹമൊക്കെ തോന്നുന്നു. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? നിന്റെ എല്ലാ കഥയും അറിയാമെന്ന് ഞാൻ നിന്നെ അവിശ്വസിക്കുന്നില്ല. ഒരു കുറ്റവാളിയുടെ അവസാന ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ടത് ഒരു ജയിൽ സൂപ്രണ്ടിന്റെ ഡ്യൂട്ടിയാണ്. I am suspense of the big cockroach. I am suspense of the big cockroach. പിക്കാസ് ഞാനല്ല സാർ എടുത്തത്, സീരിയസ് ആയിട്ട്. എന്റെ ദൈവം, എന്റെ പക്ഷേ പുള്ളി പാൻറെ പിടിച്ചിട്ടുണ്ടല്ലോ ഒരു ഉറപ്പിന് അല്ലേ? തങ്കച്ചൻ വിട്ടുകൊടുത്തിട്ടില്ലേ? ഭയങ്കര വൈറലായിരുന്നു. ഒരുപാട് വൈറലായിരുന്നു. 15 മില്യന് പുറത്ത് ആൾക്കാർ കണ്ട സ്കിറ്റാണ്. അത്രയും കണ്ടോ? 15 മില്യൻ കണ്ടോ? പുറത്ത് കണ്ടായിരുന്നു. നമ്മുടെ ചാനലിൽ മാത്രമല്ല, പുറത്തുള്ള ഒരുപാട് പേര് കട്ട് ചെയ്തിട്ട് എവിടെ ചെല്ലുമ്പോഴും ഇതിന്റെ ഡയലോഗ് അവർ പറയും. ഈ നോബി ശരിക്കും എക്സാക്ട്ലി വഞ്ഞാറമൂടുകാരനാണോ? അതോ അവിടുന്ന് എവിടുന്നെങ്കിലും കുടിയേറി വന്നതാണ്? ഇല്ല, അമ്മയുടെ വീട് വെഞ്ഞാറമൂടാണ്. അപ്പന്റെ സ്ഥലം സാറിന്റെ തൊട്ടടുത്താണ്, ഇളമ്പലാണ്. നമ്മുടെ അയൽവാസിയായിരുന്നു. ഞാൻ 2ാം ക്ലാസ് വരെ അവിടെയാണ് സാർ പഠിച്ചത്, കുറ്റിക്കോണ സ്കൂളിലാണ്. അവിടുന്ന് വലത് കാലം എടുത്ത് വെച്ചാൽ നമ്മുടെ വീടിന്റെ അടുത്തായി. എടുത്തു വെക്കാൻ എന്റെ ഭാഗ്യം. ഒരുപാട് പഠിച്ചത്. അഖില് എക്സാക്ട്ലി എവിടെയാ? ഞാൻ കവലിയൂര്, ആറ്റിങ്ങൽ. ഈ കവലിയൂർ എന്ന് പറയുന്നത് ആറ്റിങ്ങലുള്ള ഗ്രാമമാണോ? ആറ്റിങ്ങൽ വർക്കലയ്ക്ക് ഇടയ്ക്കുള്ള. ഇപ്പം ഈ ചില ആൾക്കാരൊക്കെ അങ്ങ് പ്രശസ്തിയിലേക്ക് കുതിച്ചു വരുമ്പോഴേ അവർ ഈ സ്ഥലപ്പേരം കട്ടി ആദ്യം ഒന്ന് ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയാണ് ആ രാജ്യം അങ്ങ് ആ സ്ഥലം അങ്ങ് ഏറ്റെടുക്കുന്നത്. നോബി ഒന്നും ഏറ്റെടുത്തില്ലല്ലോ. നോബി ഇളമ്പൽ ഇട്ടില്ല, നോബി കുറ്റിക്കോണം ഇട്ടില്ല, നോബി മർക്കോസ് മാത്രം ഇട്ടു. അപ്പന്റെ പേരായിട്ടത്. നമ്മൾ ഈ ട്രൂപ്പിലേക്ക് കളിക്കുമ്പോഴേ നമ്മൾ അടുത്തൊക്കെ പരിപാടി വരുമ്പോൾ കവലിയൂർ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ മറ്റേ കവലിയൂരുള്ള പുള്ളി എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെയുള്ള ആഗ്രഹം കൊണ്ട് അങ്ങ് പണ്ടിട്ടതാണ്. പിന്നെ ഇപ്പൊ എല്ലാരും കാണുമ്പോൾ സാറ് തന്നെ കാണുമ്പോൾ കവലിയൂർ എന്നല്ലേ വിളിക്കുന്നത്. അതെ അതെ. അല്ല, ഇനിയിപ്പോ എനിക്ക് തോന്നുന്നത് ആ അഖില് വലിയ നടനായ സ്ഥിതിക്ക് ഇനിയിപ്പം അഖിൽ എന്ന് പറഞ്ഞാൽ മതിയാവും അല്ലേ നോബി? ഇവനെ മാറ്റാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. ഇവന്റെ നിപ്പൊക്കെ കണ്ടിട്ട് കവലവർ ഇനിയിപ്പോ സ്ഥലം മാറ്റി നീ കൊച്ചിയിലോട്ട് ഈ ശശാങ്കൻ മയ്യനാട് ഇപ്പൊ പനമ്പള്ളി നല്ലാണ് താമസം. മിക്കവാറും ശശാങ്കൻ പനമ്പള്ളി എനിക്കൊന്ന് പ്രശസ്തിക്ക് അനുസരിച്ച് സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കുക. നോബിയുടെ ഈ മിമിക്രി ജീവിതമായിരുന്നോ ഈ ലെവലിലേക്ക് വരാൻ കാരണം? ഞാൻ പണ്ട് നാടകം കളിക്കുമല്ലോ സാറേ. നാടകം നമ്മളൊക്കെ പണ്ട് ജീവിതത്തിൽ നാടകം കളിയുണ്ടോ? ജീവിതത്തിലില്ല. അങ്ങനെ ഈ നാടകവും അങ്ങനെയുള്ള പരിപാടി പള്ളിയിലൊക്കെ
എനിക്ക് കുറെ കോമ്പറ്റീഷൻ, ഞാൻ സ്കൂളിൽ മത്സരത്തിന് കുറവായിരുന്നു, പള്ളിയിലായിരുന്നു കൂടുതലും കോമ്പറ്റീഷൻ. അപ്പൊ സ്കൂളിൽ പോകത്തുണ്ട്. സ്കൂളിൽ നല്ല കഴിവുള്ള പിള്ളേർ. അപ്പൊ അങ്ങനെ ഈ മോണറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സ്കൂളിൽ പോണോ അല്ലേ? ഇവൻ ഭയങ്കര മടിയാണ് സ്കൂളിൽ പോയി. ഓ +2 ഞാൻ പഠിക്കുമ്പോ ഇവനും പഠിക്കാണ്. ഇവൻ പോകൂല, ഇവൻ എന്നെ വിളിക്കും. വേണ്ടിയോ? വാടാ നമുക്ക് റിഹേഴ്സൽ നോക്കാം. പരിപാടിയൊന്നുമില്ല. അല്ലേ, ഈ അഖിലിനെ തകർക്കാൻ അന്നൊരു ശ്രമം ഉണ്ട് അല്ലേ? നമ്മൾ അന്ന് തൊട്ട് ഭയങ്കര കൂട്ടാണ്. അവന്റെ വീട്ടിൽ ഭയങ്കര ഒരു സ്വാതന്ത്ര്യമാണ്. ഇവനെ പറഞ്ഞു വിട്ട് ദുബായിൽ പറഞ്ഞു വിട്ടു, അതറിയാമോ സാറിന്? SLC കഴിഞ്ഞപ്പോഴോ? ഇവന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു. ഇവൻ മിമിക്രിയിലേക്ക് ചേക്കേറിയപ്പോ ഇവനെ പയ്യെ ദുബായിലേക്ക് ജോലിക്ക് ഡ്രൈവറായിട്ട് അല്ലേ? ടിപ്പർ ഡ്രൈവർ അല്ല, ഞാൻ ഇതായിട്ടാണ് പോയത്, സ്റ്റോർ കീപ്പർ എന്ന് പറഞ്ഞാണ് പോയത്. അവിടെ ഞാൻ ഡ്രൈവറായിരുന്നു. അയ്യോ, എടുക്കാത്ത പണിയൊന്നുമില്ല. അറവാന ഓട്ടിപ്പോയിരുന്നു മെയിൻ പണി. അവിടെ പണി കുറവായിട്ട് പിടിച്ച് എല്ലാ പണിയും ചെയ്യിച്ച്. ഏതൊക്കെ പണിയിൽ എക്സ്പെർട്ട് ആയി അവസാനം? അവിടെ നിന്ന് ഇല്ലാത്ത പണിയൊന്നും എടുത്തില്ല സാറേ. അയ്യോ, എല്ലാ പണി കണ്ടു. ഞാൻ യവന്മാർക്കൊക്കെ അറിയാം. ഇവന്റെ അമ്മച്ചി പറഞ്ഞാണ്, മോൻ പോയി രക്ഷപ്പെട്ടിട്ട് എവനോടെ കൊണ്ടുപോകണമെന്ന്. ഞാൻ അവിടെ ചെന്ന് അറവാന ഉരുട്ട് ആലോചിക്കും, അയ്യോ എവനോടെ കൊണ്ടുവന്ന എന്റെ കൂടെ മൈക്കാട് ചെയ്തു. കൺസ്ട്രക്ഷൻ കമ്പനിയായിരുന്നു ഇത്. ഞാൻ ചുമട അവിടെ ഈ അറവാന, പിന്നെ ഈ ശവല് കുത്തല്, ജാക്ക് ഹാമർ, ഹിൽറ്റി, ഇലക്ട്രിക്കല്, മരുഭൂമിയിലൊക്കെ അനുഭവിക്കും. ചൂടില് 50-40 സാറേ ഷൂ ഊരിയിട്ട് ഇങ്ങനെ കമ്പത്തേക്ക് വിയർപ്പ് വീഴും. അത്ര ചൂടായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടു. 2010-13 3 വർഷം അവിടെ കൊല്ലം. വിസ 3 വർഷം വരുന്നു. അപ്പൊ ഞാൻ അഥവാ ഇത് കളഞ്ഞിട്ട് വന്നാൽ ചിലപ്പോ എന്നെ കൊണ്ടുപോയ ആളിന് കലിപ്പാവെന്ന് പറഞ്ഞ് വിസയ്ക്കൊന്നും പൈസ കൊടുത്തില്ല, ടിക്കറ്റ് എടുത്ത് പോയി വരെയായിരുന്നു. 3 കൊല്ലം കട്ടയ്ക്ക് അവിടെ പിടിച്ചു നിന്നു. വന്നിട്ട് വീണ്ടും അല്ല, ആ സമയത്ത് മിമിക്രിക്കാർ അവിടെ വരുന്നുണ്ടായിരുന്നല്ലോ. വരുന്നുണ്ടായിരുന്നു. അല്ല, അവരോട് ചേരാൻ പറ്റത്തില്ല. അല്ല, അവിടെ ഈ അമേരിക്ക പോലെ ചാടാൻ പറ്റൂലല്ലോ. പോലീസ് ക്ലിപ്പ് എടുത്തിട്ട്. എന്നിട്ട് അതിന് ശേഷം ഉണ്ടായി സാർ കഥ. ദുബായിൽ നിന്ന് രക്ഷപ്പെട്ടിഞ്ഞ് വന്നു. എന്നിട്ട് അന്ന് അരുണുണ്ടായിരുന്നു, നമ്മുടെ സ്വരചേട്ടൻ അനിയൻ. ഞാനും കൂടെ ഒരുമിച്ച് യാത്ര ചെയ്തപ്പോയിരുന്നു ആക്സിഡന്റ് പറ്റി അരുണ് മരിച്ചു പോയത്. അപ്പൊ ഞങ്ങൾ 3 പേരും കൂടെ ഇവൻ പറഞ്ഞു, നമുക്ക് രക്ഷപ്പെടണം, ഒരു സംഭവം വന്നിട്ടുണ്ട്. എന്തോ മലേഷ്യയിലേക്ക് പോകാന്ന്. മലേഷ്യയിലേക്ക് പോയി മലേഷ്യ പോകാന്ന്. അങ്ങനെ നമ്മുടെ വർക്കിലുള്ള ഒരാളാണ്, മലേഷ്യ കൊണ്ടുപോകാം, നമുക്ക് ഇത്ര രൂപ ചിലവാകുള്ളൂ. അപ്പൊ ഞങ്ങൾ അറിയാം പിള്ളേരല്ലേ, അമ്മയും അരുണിന്റെ അമ്മയും പറയും, മക്കളെ ഇവിടെ ഇന്ന് മിമിക്രി കളിക്കാതെ നിങ്ങൾ പോയി രക്ഷപ്പെടണം. അപ്പൊ എന്നെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. ഞാൻ ഒരിക്കൽ 3 കൊല്ലം ഗൾഫിൽ പോയി മലേഷ്യൻ കാര്യം പറയും. അവിടെ പോയി രക്ഷപ്പെടണമെന്ന് പറഞ്ഞു. പറഞ്ഞിട്ടില്ലല്ലോ. പറയുമല്ലോ, ഫ്രാഗ് ഓടിച്ച് വിസ തട്ടിപ്പൊന്നും അറിയില്ലല്ലോ സാർ. നമ്മൾ എങ്ങനെയും മലേഷ്യ പോവുക, കോടീശ്വരനാവുക, തിരിച്ചു വരും, ഇതായിരുന്നു ലക്ഷ്യം. അപ്പൊ ഇച്ചിരി പൈസ കൊടുക്കണം. അപ്പൊ അഖിലിന്റെ സുഹൃത്തുക്കളുണ്ട്, എന്റെ 2 കൂട്ടുകാരുണ്ട്, അവര് പോകുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് പോവാം. അപ്പൊ നമ്മൾ പ്ലാനായി. പിന്നെ നമ്മൾ എങ്ങനെയാണ് പോണ പരിപാടികളൊക്കെ ആയിട്ട് അവന്മാര് കയറിപ്പോയി മലേഷ്യയിലേക്ക്. ഞങ്ങൾക്ക് പൈസ റെഡി ആയതുകൊണ്ട് ഞങ്ങൾക്ക് പോവാൻ പറ്റിയില്ല. ഈ പോയന്മാരെ ഫ്ലൈറ്റിൽ നിന്ന് ഇറക്കി ഒരു ടെമ്പോയിൽ കയറ്റി ഒരു വനത്തിനകത്ത് കൊണ്ടിട്ടിട്ട് 3 വർഷം കഴിഞ്ഞാണ് തിരിച്ചു. കാട്ടിൽ ഇറക്കിയിട്ട് കോടാലി കൊടുത്തിട്ട് പറഞ്ഞു ഇതെല്ലാം മുറിക്കാൻ. തന്നെ കാട് ഈന്തപ്പന നടാൻ വേണ്ടി എന്തോ എണ്ണപ്പന നടാനുള്ള പരിപാടി. അവര് പെട്ടുപോയി. നല്ല പയ്യന്മാരാണ്. 3 വർഷം വെട്ടി 3 കൊല്ലം അവിടെ നിന്നിട്ട്. കാരണം ഒരാൾ അവിടെ നിന്ന് ചാടി വേറൊരു വണ്ടി കയറി കൊഞ്ച് ഫാക്ടറിയിലൊക്കെ പോയി ജോലി ചെയ്ത് 3 വഴിക്കാണ് വന്നത്. 6 മാസം കഴിഞ്ഞാണ് ഫോൺ ചെയ്തത്. ഭയങ്കര പോയിരുന്നെങ്കിലോ സാർ മലേഷ്യ. ജീവിതത്തിൽ നായകനായിരുന്നു. അതെ അതെ, എണ്ണപ്പന ജീവിതം, സത്യം പന ജീവിതമായിരുന്നു തീർച്ചയായിട്ടും. കുട്ടേട്ട എന്തോ പറയുന്നു? കുട്ടേട്ട പറഞ്ഞു. നമസ്കാരം നോബി മാർക്കോസ്, അഖിൽ കവലിയൂർ. നമസ്കാരം എന്ന് പറഞ്ഞിട്ട് കിങ് കോങ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് 2 പേർക്കും സുഖം തന്നെയല്ലേ? ഒരു കാര്യം ചോദിക്കാം. പണ്ടൊരിക്കൽ അഖിൽ കവലിയൂരിന്റെ ഒരു ജോലി നോബി മാർക്കോസ് കളഞ്ഞു. ഒരു മൊബൈൽ കമ്പനിയിലെ ജോലിയായിരുന്നു. അങ്ങനെ ഒരു സംഭവമില്ല. അതായത് അഖിലിന്റെ ജോലി നോബി കൊണ്ട് കളഞ്ഞു അല്ലേ? എന്തായിരുന്നു ജോലി? അതായത് ഞാൻ +2 പഠിക്കുന്ന സമയം, ഇവനും +2 പഠിക്കുകയാണ് വെഞ്ഞാറോഡില്. അപ്പൊ എനിക്ക് പരീക്ഷ കഴിഞ്ഞപ്പോൾ പോയിട്ടില്ല, പ്രൈവറ്റ് ആയിട്ട് പോകുന്നുണ്ട്. വേറെ സംഭവം അങ്ങനെ ആ കഥ എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ +2 കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അന്ന് ഒരു മൊബൈൽ ഇറങ്ങി, പറയാവുന്ന ടാറ്റ ഡോകോമോ എന്ന് പറഞ്ഞ ഫോൺ ഇറങ്ങി. അപ്പൊ ഇതിന്റെ ഇതാണ് സാറേ, ഈ റോഡ് സൈഡിൽ മറ്റേ കുടയെ തൂക്കി വെച്ചിരുന്നിട്ട് മറ്റേ ആൾക്കാരെ നമ്പർ എടുത്തിട്ട് ക്യാൻവാസ് ചെയ്യുക, ഇതിന്റെ ഈ ഫോണും പരിപാടിയൊക്കെ. അപ്പൊ എനിക്ക് എന്റെ ജോലി കിട്ടി. അത് ശമ്പളം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ 50 രൂപ കിട്ടും, പിന്നെ ഉച്ചയ്ക്ക് ബിരിയാണി. അത് ഇവ അറിഞ്ഞ് ഞാൻ പറഞ്ഞ ആറ്റിങ് ബസ് സ്റ്റാൻഡ് അടുത്ത് ഇരുന്നാൽ മതി. ഇതേപോലെ കുറച്ച് ആൾക്കാർ വരുമ്പോഴത്തേക്ക് അവർക്ക് എൻക്വയറി കൊടുക്കുക, ഈ നോട്ടീസ് കൊടുക്കുക. അനൗൺസ് ഒന്നുമില്ല സാറേ, അവർ ഇരുന്നാൽ മതി. ഇരുന്നിട്ട് ഈ നോട്ടീസ് കൊടുത്തിട്ട് ഇവർ എൻക്വയറി എടുക്കണം. അപ്പൊ കസ്റ്റമർക്ക് അവർ വിളിച്ച് കാൻവാസ് ചെയ്ത് ഫോണിൽ ഡാറ്റ കളക്ഷൻ അതിനിരിക്കുകയാണ്. ഞാൻ മര്യാദയ്ക്ക് ബിരിയാണി നിന്ന് വൈകിട്ട് 50 രൂപ മേടിച്ച് വീട്ടിൽ കൊണ്ട് 2ാമത്തെ ദിവസം ഇവൻ വന്നു. അപ്പൊ ഞാൻ ഒരു സ്റ്റാഫ് കൂടെ ഉണ്ട്, നമുക്ക് പുതിയ ആളിനോട് എടുക്കാൻ നല്ല ഇതാണെന്ന് പറഞ്ഞു. എക്സ്പെർട്ട് ആണ് ഇവൻ വന്നിട്ട്
ഉച്ചയ്ക്ക് പോയി ബിരിയാണി തിന്നും. ഒന്ന് വൈകിട്ടാകുമ്പോൾ വീട്ടിൽ പോകും. ഇവ എന്ത് ചെയ്യുന്നറിയാമോ, ഇവ ഈ മറ്റേ ഡയറക്ടർ ഇല്ലേ ഫോൺ, അതിൽ നോക്കി കുറെ നമ്പർ എഴുതി കൊണ്ട് വന്നിട്ട് ഇതിൽ ഫില്ല് ചെയ്യും. ഓരോ ആൾക്കാരെ പേര് എഴുതി വെച്ച് ഈ നമ്പർ കൊടുക്കണമല്ലോ വൈകിട്ട്. ഇവ എവിടെ നിന്നാ ഡയറക്ടർ കുറെ നമ്പർ എഴുതി കൊണ്ട് അവസാനം അവന്മാർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാം കോഴിക്കോടുള്ള ആൾക്കാർ, മലപ്പുറത്തുള്ളവര്, ഈ ആറ്റിങ്ങ ബസ് സ്റ്റാൻഡ് അടുത്ത് എവിടെ നടന്നാൽ അങ്ങനെ എല്ലാം അവിടെ നിന്ന് പറഞ്ഞു വിട്ട് അതോടുകൂടി എന്റെ ബിരിയാണി തീർന്നു. പിന്നെ പോയി ഇവൻ വന്നപ്പോഴേ എന്റെ പണി പകുതി പോയല്ലോ. ഇവൻ ചെയ്യാത്ത പണിയില്ലെന്ന്. പിന്നെ അവൻ വീഡിയോഗ്രാഫിക്ക് പോയി. ഞാൻ ഇവന്റെ ഞാൻ ക്യാമറമാനാണ്. അല്ല, ലൈറ്റ് അടിക്കാൻ ഞാൻ കൂടെ പോയി. എന്നിട്ട് ക്യാമറ തന്നിട്ടില്ല എനിക്ക്. ഇല്ല, എങ്ങനെ കൊടുക്കടാ? എവന്റെ കാല് പിടിക്കണം ലൈറ്റ് അടിക്കാൻ വിളിക്കാൻ. ലൈറ്റ് അടിക്കടാ. കാരണം കാലിയെട്ട് സമയത്തൊക്കെ എവ പോയി കസേര ഇരിക്കും പഴം എന്നുള്ളത്. എവിടെ ലൈറ്റ് ഇടാ ഓപ്പോസിറ്റ് വർക്ക് കിടക്കുമ്പോ. അതൊക്കെ എവന്റെ വേറെ കിടുന്ന കോമഡി ഉണ്ട്. അതായത് ഈ പയ്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് കല്യാണത്തിന് പോയി. അപ്പൊ പയ്യന്റെ അച്ഛൻ മരിച്ചുപോയി. ഫോട്ടോയാണ്. അപ്പൊ അമ്മയും പയ്യനും നിൽക്കുകയാണ്. അപ്പൊ അമ്മേരെ കാലിൽ തൊട്ടുഴുത് അച്ഛന്റെ ഫോട്ടോയിൽ തൊട്ടുഴുത് വരാൻ പറഞ്ഞു. അപ്പൊ അമ്മേരെ കാലിൽ തൊട്ടുഴുത് അച്ഛന്റെ ഫോട്ടോ തൊട്ട് ഇപ്പൊ എവൻ പറയണേ ഇനി 3 പേരും ചിരിച്ചോട്ട് ക്യാമറയിലോട്ട് നോക്കായി. അച്ഛൻ ഫോട്ടോയാണ് ജവറില്. അപ്പോഴാ പയ്യൻ പറയണ ഈത്ത വിളിച്ചാ അച്ഛൻ അല്ലെങ്കിൽ ചിരിച്ചോണ്ടിരിക്കുക. ഇവൻ എനിക്ക് പണി തന്നിട്ടുണ്ട്. ഇവനല്ലേ ആസ്ഥാന ലാലേട്ടൻ ഫിഗർ ചെയ്യണം. പണ്ട് മിമിക്രിയുടെ എൻഡെന്ന് പറയുന്നത് ഫിഗർ ഷോ ഉണ്ട് സാർ. ഇപ്പൊ ഏതെങ്കിലും സ്ഥലത്ത് നമ്മൾ പരിപാടി പിടിച്ചിട്ട് ലാസ്റ്റ് ഫിഗർ ഷോ ചെയ്യുമ്പോൾ കൈയടി കിട്ടും. അന്ന് ഞാൻ സത്യമാഷിന്റെ ഫിഗറൊക്കെ ചെയ്യും. അപ്പൊ അത് ഫുള്ള് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. CD അങ്ങ് കൊടുക്കണം. പിന്നെ ഇത് കട്ട് ചെയ്യാനൊന്നും നിവർത്തിയില്ലല്ലോ. ഈ പുള്ളി വന്നില്ല. ഏറ്റവും ലാസ്റ്റ് ലാലേട്ടനാണ്. ടെൻഷനായി. ഞങ്ങൾ അരുണും ഞാൻ വേറെ 2 പേരും കൂടെ ഉണ്ട്. ഇവന്മാരങ്ങ് ടെൻഷനായപ്പോ ഞാൻ എന്തിന് ഞാൻ ചെയ്തോളാം, അവനെ താങ്ങേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ വേറെ പരിപാടി പിടിച്ച് പോയത്. അങ്ങനെ ഞാൻ അവർക്ക് ധൈര്യം കൊടുത്ത് എല്ലാത്തിനും കൈയടി ഉണ്ടായിരുന്നു. ലാസ്റ്റ് മോഹൻലാൽ എന്ന് പറഞ്ഞ മോഹൻലാൽ ക്ലിപ്പ് ഇട്ട് ഭയങ്കര കൈയടിയല്ലേ. അത് കഴിഞ്ഞ് കട്ടം പോകുമ്പോഴാണ് പഴയ മോഹൻലാലിന്റെ തൊപ്പി വിഗൊക്കെ വെച്ചിട്ട് കോസ്റ്റ്യൂം ഞാൻ എന്റെ ട്രൂപ്പിൽ നിന്ന് ഒപ്പിച്ചു വേറൊരാളിന്റെ. ഇതെടുത്തിട്ട് തൊഴുകൈ കൂപ്പി സിനിമ ആ പാട്ടാണ്. ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങനത്തെ തൊഴുക ഇങ്ങനെ നീക്കപ്പോ നോക്കിയതും കൂവല് തുടങ്ങി. ഞാൻ ഇടത് കൈ അങ്ങ് മുഖം വെച്ച് മറച്ചിട്ട് ഇതിന്റെ ഇടയിൽ കൂടെ ആൾക്കാരെ നോക്കി ആ പാട്ട് തീരണ വരെ ഈ കൈ അങ്ങനെ തന്നെ. ആൾക്കാർ കണ്ടത് ഈ തലമുടി തൊപ്പി മാത്രമേ. അങ്ങനെ പണി വന്നിട്ടുണ്ട് ഇവൻ. എനിക്കൊന്ന് ലാലിന്റെ ഫിഗറായിട്ടൊക്കെ നോബി ഇറങ്ങിയ ഒരു രക്ഷയല്ല. കൂവി ആൾക്കാർ വെളുപ്പിക്കും. നോബി സത്യം നല്ല കൈയടിയായിരുന്നു. സത്യമാഷ് എങ്ങനെ ഉണ്ടായിരുന്നു പണ്ട്? അങ്ങനെ പണ്ട് അല്ല അതെങ്ങനെയായിരുന്നു? ഭയങ്കര ഹെയർ ആയിരുന്നു സാറേ. അപ്പൊ ഞാൻ ഒരുപാട് തലമുടി ഇങ്ങനെ വളർത്തിയിട്ട് സ്റ്റേജിൽ കോമഡി ചെയ്യാൻ വേണ്ടിയിട്ട് തലമുടി ഇങ്ങനെ പിടിച്ചു വെച്ച് 2 ഷേപ്പൊക്കെ ആക്കിയിട്ട് പരമീശ കുറയ്ക്കുമ്പോൾ ചിരിക്കാൻ വേണ്ടി ആൾക്കാർക്ക്. അല്ല, കറക്റ്റ് സത്യമാഷല്ല. ആട്ടില്ല, ചുമ്മാ ആൾക്കാർ ചിരിക്കാൻ വേണ്ടിട്ട്. സത്യമാഷ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂ? രസമായിരിക്കും. അന്ന് ഇതിനൊക്കെ നമ്മള് തമ്പാനൊരു ബസ് സ്റ്റാൻഡ് ഇരിക്കുമ്പോ പോലീസ് എപ്പോഴും പൊക്കുമ്പോഴാ എവിടെ മുടി കണ്ടിട്ട്. അല്ല സാറേ, ഈ പരിപാടിയും കഴിഞ്ഞിട്ട് ഒന്നുമില്ലല്ലോ, മുഖത്ത് മേക്കപ്പും ഉണ്ട്, തലമുടി ഇങ്ങനെ ഇരിക്കണം, ഒരു ഷേപ്പും ഇല്ലാതെ പെട്ടിയിലൊക്കെ അഴുക്കുവാണ്. ഇങ്ങനെ വന്നു വരേൻ ടീഷർട്ട് ഇങ്ങനെ ഒരു വരേൻ ടീഷർട്ടും പാന്റും ഈ പെട്ടിയും തൂക്കിയിരിക്കുകയാണ്. ഒരു തമ്പാന്റെ രസം അമ്പാന്റെ ടീഷർട്ട് അമ്പാന്റെ പോലത്തെ അന്ന് അമ്പ ഹിറ്റ് അല്ലല്ലോ. അമ്പാന്റെ രസം നോക്കിയിട്ട് ദിയാടാ വളരെ വില വിക്രമനാണ്. ഒരു ദിവസം ഞാൻ വേറെ ദിവസം ഇതുപോലെ തന്നെ താടിയൊക്കെ വളർന്ന സമയത്ത് അതൊരു മോഡലാവാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ മീശ വന്നിട്ട് ഇങ്ങനെ താടി വെച്ചു ഈ തലമുടി വെച്ച് ഇങ്ങനെ വെച്ചിട്ട് ഗോകുലം മെഡിക്കൽ കോളേജിന്റെ ഉദ്ഘാടനം. ഭയങ്കര ജനമാണ്. ഡ്രസ് മഞ്ഞ ഷർട്ട്, മഞ്ഞ ഷർട്ടിന് കുറെ ബട്ടൺസ് ഉണ്ട്. ഇവിടെയൊക്കെ ഒരു വെള്ള പാൻറ്റൊക്കെ ഇട്ട് ഞാൻ കയറി പോവുകയാണ്. അന്ന് മിമിക്രി കൊള്ളുന്ന മിമിക്രി ആർട്ടിസ്റ്റ് എന്നുള്ളൊരു പേരുണ്ടല്ലോ. അപ്പം ഗോകുലം മെഡിക്കൽ കോളേജിന്റെ ഉദ്ഘാടനം ഞാൻ ഇങ്ങനെ പോവുകയാണ്. അപ്പൊ എന്നൊരാൾ ഞാൻ ഇങ്ങനെ നോക്കിപ്പോ സർക്കിള്, നിന്റെ പേരെന്താടാ? ഞാൻ പറഞ്ഞു നോബി, അല്ലാതെ വാസ്കോഡി ഗാമ എന്നല്ല. ഞാൻ പറഞ്ഞല്ല, നാളെ മറ്റേ ഇന്ദ്രത്തോറ വടിച്ചിട്ട് വരണം. അപ്പൊ ഇങ്ങനെ സാറേ ഷേപ്പൊക്കെ ചെയ്ത് ജീവിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്തു. പിന്നെ ഉണ്ട് പേര് NN ബാലകൃഷ്ണൻ, ജഗ്ഗു. പഴയ ജഗ്ഗുല്ലേ ജയന്റെ കൂടെ ജഗ്ഗു. എന്റെ ഒരു ഷോക്കാർഡിൽ ഒരു ഫോട്ടോ സാറേ ഈ തലമുടിയൊക്കെ വെച്ചിട്ട്. അതായത് അന്ന് ജയൻ തരംഗമായിരുന്നു. ജയൻ തരംഗമായ സമയത്ത് ജയൻ തോക്ക് വെച്ച് എന്നെ ചുണ്ടുന്നു, ഞാൻ ഈ മുടിയും വെച്ച് ഇങ്ങനെ നിൽക്കുന്നു. ഇത് ഷോക്കാർഡിന്റെ അടിയിൽ കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന ഫോട്ടോയാണ്. ഇത് പ്രദീപ് എന്ന് പറഞ്ഞൊരു മുതലാളി ഉണ്ട്, ട്രൂപ്പിന്റെ മുതലാളി. പുള്ളി ഈ ഫോട്ടോ ഹൈലൈറ്റ് ആക്കി വെച്ചു ഷോക്കാർഡിൽ. ഈ ഫോട്ടോ കാണിച്ചത് പിന്നെ പിള്ളേർക്ക് ചോറ് കൊടുത്തോണ്ടിരുന്നത്. ഇത് കടിക്കും ചോറെണ്ണാൻ പറഞ്ഞു. ആ സാർ ഇപ്പോഴും അതെടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നമ്മളെ അത്ര പേടിച്ചു. അങ്ങനത്തെ ഈ മുടി ഇപ്പൊ കണ്ട. അതിനിടയ്ക്ക് നോബിയെ ഈ തൃശ്ശൂരിൽ എവിടെ ഒരു പ്രോഗ്രാമിന് പോയിട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടായല്ലോ, ഏതൊരു ട്രൂപ്പിൽ പോയിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായില്ലേ?
അതായത് പൊളിഞ്ഞു പാളീസായി പോയി. അത് എല്ലാ ജില്ലയിലും ഉണ്ട് സാർ. അത് എല്ലാ ജില്ലയിലുണ്ട്, അവിടെ മാത്രമല്ലല്ലേ? തൃശ്ശൂർ അയ്യോ അതല്ല, അത് ഭയങ്കരമായിട്ട് പൊളിഞ്ഞ പരിപാടിയായിരുന്നു. അതെ അത് ഞാൻ അല്ല, നമ്മൾ ഈ പൊളിഞ്ഞതിൽ സൂപ്പർ റെക്കോർഡ് അതായിരുന്നു. അല്ല സാറേ, അത് വേറെ ഉണ്ടല്ലോ. അല്ല ഞാൻ ഈ പരിപാടി സത്യത്തിൽ കളിക്കാൻ പോയല്ല, കാണാൻ പോയാണ്. ആഹാ, കാണാൻ പോയി എന്നെ കൂടെ പിടിച്ച് വിരട്ടി കളഞ്ഞവന്മാര്. ഞാനാ ഒരു ട്രൂപ്പില് പണ്ട്. എന്നിട്ട് സാറിനറിയാമോ, അന്ന് ഞാൻ ഇവിടുന്ന് അവരോട് ഈ പരിപാടി കാണാൻ പോയി. തൃശ്ശൂർ പോയി പരിപാടി പൊട്ടി ഒരു പള്ളിയിലായിരുന്നു പ്രോഗ്രാം. പൊളിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്നപ്പം ഇതിന്റെ വിഷമം മാറാൻ വേണ്ടി പോട്ടയിൽ കയറി ഒരാഴ്ച ധ്യാനം ഇരുന്നിട്ട്. അത് ഭയങ്കര അത്ഭുതം. ഒരു മിമിക്രി ആർട്ടിസ്റ്റ് കോട്ടയം പോയി ധ്യാനം ഇരുന്നു അല്ലേ? ഞാൻ അവിടെ ചാലക്കുടി ഇറങ്ങി, ചാലക്കുടി ഡിവൈനിൽ ഇറങ്ങി ഒരു ആഴ്ച ഞാൻ ധ്യാനം എടുത്തിട്ട് ഞാൻ തിരിച്ചു. അല്ല, അത്ര വിഷമമായിട്ടാണോ? ഇല്ല, ഒന്ന് നന്നാവാന്ന് വിചാരിച്ചു. ഒന്ന് നന്നായിക്കൂടെ അല്ലേ? അല്ല, ഇത് നോബിക്ക് അങ്ങനെയും തോന്നിയിട്ടുണ്ടോ നന്നാവണമെന്ന്? നോബിയൊക്കെ ഇനി എങ്ങനെ നന്നാവും അല്ലേ? അകലെ മാക്സിമം നന്നായിരിക്കണം. അല്ല, അത് ഇത് നീ കൂടുതൽ നന്നാകാനുണ്ടോ? അല്ല സാറേ, ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ എന്റെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നെ ഒരു പള്ളിയിൽ അച്ഛനാക്കണമെന്ന്. ആഗ്രഹം ഭയങ്കര ആഗ്രഹമായിരുന്നു, നടക്കാതെ പോയൊരു ആഗ്രഹമായി പോയി. പക്ഷെ നോബി പള്ളിയിലച്ഛനായിരുന്നെങ്കിൽ ഈ നല്ലവരായ പള്ളിയിലച്ഛന്മാർക്ക് എന്തെല്ലാം സങ്കടങ്ങൾ ഉണ്ടായത് ഞാനത് ആലോചിക്കുന്നത്. ഒരു പള്ളിയിലച്ഛനോട് ചോദിക്കാം, അച്ഛോ ഈ നോബി ഒരു ഫാദർ നോബി കുര്യാക്കോസായിട്ട് കാണാൻ പറ്റുമോ? വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ ഇനി സാധിക്കും തോന്നല്ല. ഇല്ലല്ലേ? അല്ല, ഇത് നോബി ഇറങ്ങിയിരുന്നെങ്കിലേ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കും, ഫാദറിന്റെ ഒക്കെ നമ്മുടെയൊക്കെ പണി പോയനെ. അത് വേറെ സംഭവം എന്ന് പറയുമ്പോ ഞാൻ അങ്ങനെ ആയില്ലെങ്കിൽ പോലും എന്നാ അമ്മച്ചി ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നോബി ഒരു വലിയ വിശ്വാസിയാണോ? ഭയങ്കര വിശ്വാസമാണ് സാർ. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഡെയിലി 2 നേരം പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അപ്പോ അത് എപ്പോഴൊക്കെ? അത് രാവിലെയും പ്രാർത്ഥിക്കും, രാത്രിയും പ്രാർത്ഥിക്കും. അപ്പൊ രാവിലെ എനിക്ക് പണി കൊടുക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന. സാർ എന്റെ ജീവിതത്തിൽ സീരിയസ് ആയിട്ട് പ്രാർത്ഥന. എന്റെ ജീവിതത്തിൽ ഞാൻ രാവിലെ പ്രാർത്ഥിക്കാതെ 2 പ്രാവശ്യം ഇറങ്ങിയിട്ടുണ്ട്. ആ 2 പ്രാവശ്യം എനിക്ക് ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഒരു ഇതാണ്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാതെ എനിക്കൊരു ഇറങ്ങുന്ന പരിപാടിയില്ല. ഈ അഖിലിനെ പരിചയപ്പെട്ടപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിറങ്ങിയ എനിക്കൊന്ന് പ്രാർത്ഥിക്കാത്ത ദിവസം ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞില്ലേ? അതായിരിക്കും സാധ്യത. നോബിയുടെ അമ്മച്ചിയെ പറ്റി പറയപ്പെടെ, നോബിയുടെ വീട്ടിൽ ചെന്ന് കയറുമ്പം ഒരു ഇറാണ്, ലെഫ്റ്റ് സൈഡിലാണ് റൂമാണ്. അവിടെ ഈ പൊക്കത്തിലൊരു പാട്ടയുണ്ട്, പലഹാരപ്പാട്ട എന്നാണ് ഞാൻ പറയണത്. അതിനകത്ത് വെട്ടുകേക്ക്, പപ്സ്, അച്ചപ്പം, മുറുക്ക് ഇത് അടക്കി വെച്ചിട്ടുണ്ട്. ഇവന്റെ 30 വയസ്സിലും ആ വീട്ടിലുണ്ടായിരുന്നു. 40 വയസ്സാകുമ്പോഴും ഈ പലഹാരപ്പാട്ട നിറച്ചു വെച്ചേക്ക് ഇപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പിന്നെ വീട്ട് ചെറിയ വീടാണ്. അപ്പൊ എന്റെ വീട്ടിൽ വേറെ ആട്ടിച്ചെളി ചുരുക്കമാണ്. അതിലൊക്കെ വീട്ടിലായിരുന്നു. കറണ്ടൊന്നും ഇല്ലെങ്കിൽ പോലും അവിടെ അപ്പൻ ഹാർമോണിസ്റ്റ് ആണ്. അപ്പൊ പപ്പ കാക്കാരി ശാണത്തിൽ ഹാർമോണിയം വായിക്കാൻ പോകും. അപ്പൊ അല്ല, അത് നോബി എന്തോ ഒരു ഇന്റർവ്യൂ തിരുത്തിയിരിക്കുന്നുണ്ടു. ഹാർമോണിസ്റ്റിന്റെ മകനാണല്ലേ? അല്ല, റബ്ബർ ടാപ്പിംഗുകാരൻ കൂടിയായിരുന്നു അല്ലേ? അത് പിന്നെ അത് പറയാൻ വിട്ടു എന്നുള്ളതിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പപ്പ ടാപ്പിംഗ് ആയിരുന്നു. അപ്പൊ ഈ പിന്നെ രാത്രി കാക്കാരി ചാടത്തിന് ഈ വിൽക്കലാമേള അതിനൊക്കെ ഹാർമോണിയം വായിക്കും. വെളുപ്പിന് വെട്ടാനും പോണം പപ്പയ്ക്ക്. അപ്പൊ ഈ കാക്കാരി ചാടത്തില് എല്ലാ ദൈവങ്ങളും ഉണ്ടല്ലോ കാക്കാരി ചാടത്തിൽ. അപ്പം ഇവരൊക്കെ പിന്നെ ഇനി വരും വീട്ടിൽ വന്ന് കിടന്നു കഴിഞ്ഞാൽ രാവിലെ MC റോട്ടിൽ വണ്ടി കിട്ടുമല്ലോ. പുതിയ ആൾക്കാർക്ക് അറിഞ്ഞൂടാ ഈ കാക്കാരി വലിയ ഉപദേശങ്ങളാ. അപ്പൊ ഞാനും പരിപാടിക്ക് പോകും. അപ്പൊ പരിപാടിക്ക് പോയിട്ട് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് രാത്രി വന്ന് കയറുമ്പം എനിക്ക് എന്റെ റൂമിൽ പോകണം. അപ്പം വീട്ടിന്റെ ഫ്രണ്ടിൽ ഒരു വലിയ ഹാളായതുകൊണ്ട് എല്ലാരും ഇവിടെ കിടപ്പുണ്ട്. അച്ഛന്റെ പരിപാടി പ്രോഗ്രാം ഇവര് കിടപ്പുണ്ട് ഇവിടെ വെളിയില്. ശിവൻ, നാരദൻ, അല്ലല്ല നമുക്കറിയാലോ. ഇവരെല്ലാരും എനിക്ക് പരിചയമുണ്ടല്ലോ. അപ്പൊ വെളുപ്പിന് ചെല്ലുമ്പോ ഈ ലൈറ്റ് ഇല്ലാത്തോണ്ട് ചെറിയ ഇതിലാണ് ഞാൻ നാരദനെ ചവിട്ടാതെ പോണ കാര്യേ. എനിക്കെല്ലാരും അറിയാലോ. അപ്പൊ അങ്ങനെ ഇവരുടെ പേരല്ലേ നാരദനെ ചവിട്ടാ പോലെ ഞാൻ ഇവരോട് പറഞ്ഞു എല്ലാം. പക്ഷെ പേടിക്കാതെ കിടക്കാം. മൊത്തം ദൈവങ്ങളെ കൂടെ അല്ലേ കിടക്കണം, ഒരു പ്രശ്നമില്ല അല്ലേ? പിന്നെ അവർക്കൊക്കെ ഭയങ്കര ഫാൻസാണ് സാർ പണ്ട് പക്ഷെ ഭയങ്കര രസമായിരുന്നു പലഹാരത്തിന്റെ കഥ. പലഹാരത്തിന്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വീട്ടില് പാൽപ്പൊടി ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട് അമ്മ. അപ്പൊ ഈ സ്കൂള് വിട്ട് വന്ന ഉടനെ ഒരു ചെറിയ വിശപ്പുണ്ടല്ലോ, ആദ്യം ഒരു വിശപ്പുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ സ്നാക്സ് നമുക്ക് കിട്ടണം. അങ്ങനെ ഞാൻ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് നിക്കറും ഉടുപ്പും ഊരി, ഡ്രസ്സൊന്നുമില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോ അമ്മ ഇങ്ങനെ അടുക്കള വെളിയിരുന്ന് പാത്രം കഴുകുന്നുണ്ട്. അപ്പൊ ഞാൻ അമ്മ കാണാതെ പതുക്കെ വന്ന് ഇതങ്ങ് തുറന്ന് പാൽപ്പൊടി തുറന്നിട്ട് കൊതിയല്ലേ ഒരു കുത്ത് പാൽപ്പൊടിയും എടുത്ത് എന്നിട്ട് അങ്ങ് അടച്ച്. കാര്യം പിന്നെ കണ്ട നാണക്കെട്ട് ഇത് അടച്ച് ഞാൻ വെച്ചിട്ട് ഈ പാൽപ്പൊടി അമ്മ കാണാതെ മൊത്തത്തിൽ വായിക്കാത്തിട്ട് ഈ പാൽപ്പൊടിയിൽ ഉമിനീര് കലർന്നപ്പോ ഇത് സെറ്റായി പോയി സാറേ തൊണ്ടയില്. ശ്വാസം കിട്ടാതായി പോയി. ലാസ്റ്റ് അമ്മച്ചിന്റെ അടുത്ത് അമ്മച്ചി കാത്രം കഴിക്കുന്ന അമ്മച്ച് മുതലിച്ചൊന്ന് തുടങ്ങിയിട്ടപ്പോ
ഭസ്മം തെറിക്കും പോലെ പാൽപ്പൊടി ഇങ്ങനെ തെറിച്ചോണ്ടിരിക്കും. ഇത് സെറ്റായി പോയി തൊണ്ടടി ചത്തുവേനെ. അപ്പൊ അമ്മ പെട്ടെന്ന് തന്നെ ഒരു സ്പൂൺ എടുത്ത് കഴുകിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് കോരി അല്ല ചത്തുവേനെ സാറേ. ആലോചിച്ച് നോക്കിയോ സാർ, മിമിക്രി വേദികൾക്ക് എന്ത് നഷ്ടമായി പോയി. ഒരു 4ാം ക്ലാസ് പാൽപ്പൊടി തൊണ്ടേക്കുരി ചത്തം ഒരു അന്തസ്സില്ല അതിന്. പലകാരത്തിന്റെ കാര്യം വീട്ടിൽ അത് ഇപ്പോഴും ഇപ്പോഴുണ്ട്. വെട്ടുകേക്കൊക്കെ ഉണ്ടോ അവിടെ? വെട്ടുകേക്ക്, മുറുക്ക്, ഇതൊക്കെയാണ് ഞാൻ വിളിക്കുന്ന പലാരപ്പോണി എന്നാണ്. എപ്പോഴും കാണും. ആ പുതിയ വീട് വെച്ചപ്പോഴും അത് കൊണ്ടുപോയിട്ടുണ്ട്. ആ പോണി ആ പോണി മാറിയിട്ടില്ല. അല്ല ഇപ്പൊ അത് മോനാണ്, എന്നാലും അവന്റെ ഒന്ന് മോട്ടിച്ച് തിന്നില്ല. നോബിയുടെ കല്യാണം കുറച്ച് പ്രശ്നമായിരുന്നു പറഞ്ഞു, അടിച്ചു മാറ്റിയാന്ന് പറഞ്ഞു. അതെ അതെ, അവൻ വിളിച്ചോണ്ട് വന്നു. വിളിച്ചോണ്ട് അടിച്ചോണ്ട് പോയി. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഭാര്യമാരുടെ പേരൊന്നാണ്. അതെങ്ങനെ പറ്റിയത്? ശരിയാണ്. എന്റെ വൈഫിന്റെ ഒരു ആര്യ എന്നാണ്, അവന്റെ വൈഫിന്റെ ഒരു ആര്യ എന്നാണ്. ആര്യ പറഞ്ഞത് വീട് വയ്ക്കുമ്പോ പേര് ആര്യപവർന്നിടാണ്. ഇപ്പൊ ഭയങ്കര നിർബന്ധം. വീട് വെക്കുമ്പോ എന്റെ പേരിടണം. എങ്ങനെ വെച്ചാലും വെജിറ്റേറിയൻ ഹോട്ടലാവും സാർ. ആര്യ ഭവൻ, ആര്യ നിവാസ്, എങ്ങനെയാലും വെജിറ്റേറിയൻ ഹോട്ടൽ. അത് കറക്റ്റാ. നോബിയുടെ പ്രണയം കാരണം ഈ അഖിലിന് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞു. അല്ല ഇവനെ വിളിച്ചോണ്ട് പോണ കാശ് എനിക്ക് അറിഞ്ഞൂടാ. അല്ല ഈ പ്രണയം അറിയാം. പ്രണയം നടന്നത് അവൻ എനിക്കൊന്ന് ലോ കോളേജിൽ ലോ കോളേജ് ചോദിച്ചോ? അല്ല ഞാൻ പോയില്ലെന്ന് പറഞ്ഞു. അല്ലല്ല പ്രോഗ്രാമിന് പോയത്. ഇത് ഞാൻ വിചാരിച്ചു ലോ കോളേജ് എന്ന് പറഞ്ഞപ്പോ അവിടെ പഠിക്കാൻ പോയത്. അല്ലല്ലോ, വൈഫ് ലോ കോളേജ് പഠിക്കുന്നത്. അങ്ങനെ ആ കോമഡി സ്റ്റാർസിന്റെ ടൈമായിരുന്നു. അപ്പൊ അങ്ങനെ കണ്ട് പരിചയപ്പെട്ട്. അല്ല ഈ മിമിക്രി പറഞ്ഞ് അടിച്ചു മാറ്റിയാണോ? ചെറിയ രീതിയിൽ. അല്ല എങ്ങനെയാ അവര് സാധാരണ എന്റെ മിമിക്രി ഉണ്ടോ ആരും വീഴാത്തതാണ്. അല്ല എനിക്ക് ഞാൻ ആ ആര്യയെ കുറിച്ച് ആലോചിച്ചു പോയി. സത്യനൊക്കെ ആയിരിക്കുമല്ലോ കാണിച്ചത്. വീഴാത്ത കാര്യം ആര്യ എങ്ങനെ ഈ സത്യനൊക്കെ അതൊക്കെ കണ്ടിട്ട് LLB ലോ അക്കാഡമിയിലായിരുന്നു. 2 വർഷമായുള്ളൂ. അപ്പം വിളിച്ചോണ്ട് എനിക്ക് മനസ്സിലാത്തൊരു കാര്യം, നമ്മളൊക്കെ ഈ ചില പള്ളിക്കൂടത്തിലൊക്കെ ചില വേദിയിലൊക്കെ പോകുമല്ലോ. അപ്പൊ അത്രയും ആളുകൾ സദസ്സിലിരിക്കുക, അതിലൊരാളെ മാത്രം പിൻ പോയിന്റ് ചെയ്ത് കാണണമെങ്കിൽ അതിനകത്തൊരു വശവശമുണ്ട്. അങ്ങനെയല്ല, എന്നെ വിളിച്ചു, എന്റെ നമ്പർ തപ്പി പിടിച്ചു വിളിച്ചു. എന്റെ അമ്മോ, വീട്ടിൽ ചെല്ലുമ്പോ കിടക്കാം. ആര്യ പറയും എനിക്ക് ഇന്ന് 2-1 അറിയണം. ഞാൻ നിങ്ങളെ വിളിച്ചോ, നിങ്ങൾ എന്നെ നമ്പർ തപ്പി പിടിച്ച് വിളിച്ചോ. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഞാൻ അപ്പൊ ഇതിഹാസ സിനിമയുടെ ഷൂട്ട് കിടക്കായിരുന്നു. അപ്പൊ ഇതിഹാസ സിനിമയിൽ ഞാൻ കള്ളനായിട്ടായിരുന്നു. അപ്പൊ ഞാനും ബിനോയും കൂടി മോഷ്ടിക്കുന്ന, ആ മോതിരം മോഷ്ടിക്കുന്ന ഞങ്ങളാണ്. ആ മോതിരമാണ് മാറിപ്പോണത്. തലേ ദിവസം ഈ സീക്വൻസ് എടുക്കുന്നു, പിറ്റേന്ന് രാവിലെ ഞാൻ വീട്ടിൽ ചെല്ലുന്നു. പിന്നെ അപ്പം നമ്മുടെ ബാദുഷയൊക്കെ അല്ലേ പ്രൊഡക്ഷൻ, ബാദുഷയ്ക്ക പ്രൊഡ്യൂസർ, ബാദുഷയ്ക്കാണ് എനിക്ക് കല്യാണ ഡ്രസ്സ് എടുത്തു തന്നു. കസവിന്റെ മുണ്ടും കസവിന്റെ ഷർട്ടൊക്കെ എടുത്ത് അടിച്ചു മാറ്റുന്ന ദിവസം ഞാൻ സ്വർണ്ണ താലി വരെ ഞാൻ കൊണ്ടുപോയി സാർ. എന്റെ അമ്മ, അതൊക്കെ ഉണ്ട്, അങ്ങനെ ഉണ്ട്. എന്നിട്ട് മറ്റേ ഇന്റർകാസ്റ്റ് മാരേജ് ആയതുകൊണ്ട് നമ്മളെ കോടതിയിൽ അവിടെ പോയി വേണം സൈൻ ചെയ്യാൻ, അവരെ ഓഫീസുണ്ട്. ഞാൻ അവിടെ ഈ ഡ്രസ്സിൽ പോയപ്പോൾ അവിടെ സീരിയലിന്റെ ഷൂട്ട് കിടക്കുന്നു. ഫുള്ള് ആൾക്കാരിക്കുന്നു ക്യാമറ കൊണ്ട്. ഞാൻ ചെന്ന ഈ സീരിയലുണ്ടല്ലോ ഞാൻ. അതെ. അപ്പം എന്നിട്ട് ഞാനും വൈഫും കൂടി ആ ഓഫീസ് പോയപ്പോ എന്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരു അഡ്വക്കേറ്റ് കണ്ടു റാസിയാണ്. ഇങ്ങനെ വന്ന് എന്നെ ഇങ്ങനെ നോക്കി, ഞാൻ സീരിയലിന്റെ ഷൂട്ട് കിടക്കണം. നിങ്ങൾ മുങ്ങി. അത് കഴിഞ്ഞ് ഞാൻ ഇതറിയുന്നില്ല. ഞാൻ അവിടെ ഏഷ്യാന്റെ പൊറോട്ട ചിക്കൻ കിടന്ന് ഉറങ്ങിയാണ് രാത്രി. പ്രിൻസിപ്പാലത്തിൽ കിടന്ന് ഉറങ്ങിയത്. ഉറങ്ങിയ ഒരു 12 മണിയാകുമ്പോ ഒരു കോള്. ഞാൻ ഏത് സ്റ്റേഷനിലെ ഒരു SI ആണ്. നോബി ഇവിടെ. ആടാ നോബി ഇവിടെ. അപ്പോൾ അങ്ങനെ ആണെന്ന് ചോദിക്കുന്നില്ല. ഞാൻ ആടാ, അവൻ റൂമിൽ കാണും. മര്യാദയ്ക്ക് പറ നോബി ഇവിടെ, നിനക്കറിയാം. ഞാൻ പറ്റില്ല പടാ. അറിയുന്നില്ല, ഞാൻ അറിയുന്നില്ല. പറ്റിച്ചെന്ന് വിചാരിച്ചാണോ തിരിച്ചു പറഞ്ഞത്? ഞാൻ പറ്റിച്ചെന്ന് വിചാരിച്ചു. ഞാൻ ആരെല്ലാം വിളിച്ച് വട്ടളൊക്കെ ഇരിക്കുന്നു. ഇത് കഴിഞ്ഞപ്പോ കാണാൻ വേറൊരാള്, ഇവന്റെ ഈ ആര്യയുടെ ബന്ധുവിൽ ഒരാൾ നമുക്ക് അറിയായിരുന്നു. ആ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതേക്ക് നോബി ആര്യയും വിളിച്ചോണ്ട് പോയെന്ന്. എന്റെ പകുതി ഉയിരി പോയി. രാവിലെ പോലീസിൽ പോരുമ്പോ എനിക്കാണെങ്കിൽ തേളയടി. അവളറിയാലോ. അവൻ പിന്നെ വൈകിട്ടായപ്പോ അറിഞ്ഞ് പിന്നെ ഇതായി പോയി. പിന്നെ ആ SI എന്നെ വിളിച്ചില്ല. ആ SI ഇപ്പൊ വീട്ടിൽ നിന്ന് കേൾക്കുന്നുണ്ടാവും. അബദ്ധം പറ്റിയതാണെന്ന് കേട്ടോ. ഞാൻ അറിഞ്ഞ പോലുമില്ല. പെൻഷനായ ഈ അഖിലെ ഈ 50,000 രൂപ ഇന്റർകാസ്റ്റ് മാരിന് എന്തോ എവിടുന്നോ കിട്ടുമായിരുന്നല്ലോ, അത് അടിച്ചു മാറ്റിയായിരുന്നു. ഞാനല്ല, വേറെ ദൈവോപദേശം കൊടുക്കാൻ ഒരുപാട് പേര്. അല്ല നമ്മളത് എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു 50,000 രൂപ, പക്ഷെ അത് നഷ്ടപ്പെട്ടു പോയി സാർ. അത് അല്ല, ആ 50,000 രൂപയിലായിരുന്നു നമ്മുടെ കണ്ണ്. എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അറിയാമെങ്കിൽ ഞാൻ ഇതും കൊണ്ടല്ലേ സാർ അവിടെ നിന്ന് പോകുമായിരുന്നു. അവിടെ ഞാൻ റൂം എടുത്ത് കിടന്നു. 6 മാസം കഴിയുമ്പോൾ നമ്മൾ പോയി ചെല്ലുമ്പോൾ അവർ തരും.
കല്യാണം കഴിഞ്ഞ് 6 മാസം ഇതെല്ലാം മറന്നുപോയി സാർ. എല്ലാം പോയി. ഇപ്പൊ പക്ഷേ എല്ലാം പെർഫെക്റ്റ് ആയല്ലോ. എല്ലാം ഓക്കെ. അല്ലേ? എല്ലാം okay, family ഒക്കെ എല്ലാം ഇപ്പൊ okay. ഇപ്പൊ വളരെ ഓമന മകനായിരിക്കും പിന്നെ അല്ലേ? അതെ. അങ്ങനെയാണല്ലോ എല്ലാ ഇന്റർകാസ്റ്റ് മാരേജിന്റെ അവസാനം. എന്താണ് കുട്ടേട്ടാ? നോബി, ഓ നിനക്കാണ് പണ്ടൊരിക്കൽ കാവനാട് എന്ന സ്ഥലത്ത് പ്രോഗ്രാം കഴിഞ്ഞ് വാഹനം നിർത്തിയപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരാണ് ആനയുടെ പുറത്ത് തിളച്ച കട്ടൻ ചായ ഒഴിച്ചത്? തിളച്ച കട്ടൻ ചായ. അങ്ങനെ അതാരടാ ദ്രോഹി? ഏത് സാമൂഹ്യ ദ്രോഹിയാണ് ഇപ്പൊ അകത്താവാനുള്ള വകുപ്പ് അത്. അതാണ് ഞാനല്ല കേട്ടാ. അറിഞ്ഞോ അറിയാതെ നോബിയല്ല. അല്ല സാർ, അത് നമ്മള് ഏറ്റവും കൂടുതൽ പ്രോഗ്രാം കൊല്ലം സൈഡായിരുന്നല്ലോ. കാവനാട് കൊല്ലമാണല്ലോ. കാവനാട്. അപ്പൊ ഓച്ചറ സൈഡ് അവിടെ ആയിരുന്നു പ്രോഗ്രാം. അപ്പം ഓച്ചറ സൈഡ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് നീണ്ടകര പാലത്തിൽ കൂടെ കയറി വന്ന സമയത്ത് ഒരു ആന ഓടുന്നു. നല്ലൊരു പാപ്പാനുണ്ട് പാലത്തിൽ കൂടെ ഓടുന്ന ആന. ആനയുടെ പുറത്ത് പാപ്പാനുണ്ട്. ഉണ്ട്. ഒരു പാപ്പാൻ ബാക്കിൽ നിന്ന് ഓടുന്നു. ആനയുടെ കൂടെ ഓടുക. ആന കൂടെ ഓടുന്നു. അപ്പൊ ഞങ്ങള് പ്രോഗ്രാം വണ്ടിയിൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ നോക്കിയപ്പോ ആന ഇങ്ങനെ ഓടുന്നു. ഇതെന്താണ് വിരണ്ടു വരികയാണോന്ന് അറിയില്ലല്ലോ. അപ്പൊ ഡ്രൈവർ വണ്ടിയിൽ നിന്ന് നിർത്തല വിട്ടോ കാര്യം ആന വന്ന് വണ്ടിയിൽ അങ്ങനെ തട്ടിയാലോ എന്നും പറഞ്ഞ് വണ്ടി നേരെ വിട്ടു. കാവനാട് ഒരു തട്ടുകടയുടെ ഫ്രണ്ടിൽ കൊണ്ടാണ് നിർത്തി. ചെറിയ ലൈറ്റൊക്കെ ഉണ്ട്. അവിടെ 2-3 ചായ കുടിക്കും. ചായ കുടിക്കാതെ ഇറങ്ങാം. ഞാൻ വണ്ടിക്കകത്തിരുന്നു. കുറേ പേര് ഇറങ്ങി. നമ്മളെ ട്രൂപ്പിലുള്ള കുറച്ച് പേര് ഇറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ആന അവിടെ എത്തി. വണ്ടിയുടെ സൈഡ് ഞാൻ ഗ്ലാസ് ഫുള്ള് പിടിച്ചിട്ട് ബാക്കിയുള്ള കുറേ പേര് വെളിയിലുണ്ട്. ഈ ഓടിയ പാപ്പല്ലേ ആ കടയിൽ നിന്ന് ഒരു കട്ടൻ ചായ മേടിച്ച് ഈ മേളിലെ പാപ്പാന് കൊടുത്തത് അയാളെ കയ്യിൽ നിന്ന് ഈ കട്ടൻ ചായ ചുളുമ്പി ഈ ആനയുടെ പുറത്ത് കഴിഞ്ഞു. ചൂട് കട്ടൻ ചായ. എന്നിട്ട് ഈ പാപ്പാൻ ആ തട്ടുകട, അപ്പൊ നമ്മളെ കൂടെ ഉള്ള കുറെ പേര് തട്ടുകടയിലുണ്ട്. തട്ടുകടയിലോട്ട് ഈ പാപ്പാൻ കയറി ഈ ആന ഇടിച്ച് ഈ തട്ടുകടയ്ക്കകത്ത് കയറി. തട്ടുകടയ്ക്കകത്ത് കയറിയപ്പോ തട്ടുകടയിലുള്ള എല്ലാവരും ഉണ്ട്, നമ്മളെ ട്രൂപ്പിലുള്ള എല്ലാവരും ഉണ്ട്. എല്ലാരും ആന പറഞ്ഞിട്ട് ഓടിക്കോളാൻ. എല്ലാരും 4 സൈഡിലോട്ട് വാരി ഓടിയപ്പോ ഒരുത്തം പറയണേ വളഞ്ഞും വളഞ്ഞും ഓടിക്കോളാൻ. ആന ഓടിക്കുമ്പോ വളഞ്ഞും വളഞ്ഞും ഓടണം സാറേ. ആന സത്യത്തിൽ ഓടിയില്ല. നമ്മളെ ട്രൂപ്പിലുള്ള 4 പേര് NH കൂടെ ഇങ്ങനെ ഓടുന്നു. വളഞ്ഞും വളഞ്ഞു ഓടിക്കുക, തിരിഞ്ഞു നോക്കുന്നില്ല. അല്ല ആരവരുടെ എവിടെ ഒരു കോമഡി ഉണ്ട് ഓർമ്മ മറ്റേ അത് അലോടുത്ത് ചെയ്താ അതായത് പരിപാടിക്ക് വന്നപ്പോഴത്തേക്ക് 9 മണിയാകുമ്പോൾ പരിപാടി നമുക്ക് സെക്കൻഡ് പരിപാടി ഉണ്ട്. അപ്പൊ നമ്മുടെ കൂട്ടുകാരാണ്, ഞാൻ ഇവൻ കളിക്കുന്ന ട്രൂപ്പാണ്. അപ്പോഴത്തേക്ക് 9:30 പരിപാടി തുടങ്ങിയാലേ നമുക്ക് 1:30 സെക്കൻഡിന് പോകാൻ പറ്റൂ. അപ്പൊ അവിടെ ആന വരണ്ട്. അപ്പൊ അതുകൊണ്ട് വലുതായിട്ട് ആൾക്കാർ അറിഞ്ഞിട്ടില്ല, അന്ന് ഇടഞ്ഞു നിൽക്കുകയാണ്. അപ്പം ഇത് അതുകൊണ്ടാണ് തുടങ്ങാതിരിക്കണം. ഇത് നമ്മുടെ ട്രൂപ്പിൽ അനൗൺസ് ചെയ്യുന്നവൻ കേട്ട് ഈ മണ്ടനെ മൈക്കെടുത്ത് വെച്ച് വിളിക്കുകയാണ്, പ്രിയരെ പ്രോഗ്രാം തുടങ്ങാൻ താമസിക്കുന്നത് നമ്മളെ കുഴപ്പമില്ല, ആന വരണ്ടോണ്ടാണെന്ന്. ഇത് കേട്ട ആൾക്കാരങ്ങ് പാനിക്കായി. അങ്ങനെ കമ്മിറ്റിക്കാരൻ പറഞ്ഞു എന്താടാ വിളിച്ചു പറയണം മൈക്കിൽ കൂടെ ആന വരണ്ടെന്ന് പറയാൻ പറ്റും, ആൾക്കാർ മൊത്തം പേടിക്കൂലേ. മൈക്കെടുത്തിട്ട് പ്രിയരെ ആന വരണ്ടെന്ന് പറഞ്ഞത് വെറുതെയാണ്, ചില ദുഷ്ടശക്തികൾ പറഞ്ഞുണ്ടാക്കിയതാണ്. അവന്റെ തലക്കിട്ടടിച്ചു കൊടുത്തത്. അതാണ് ഈ ആന വരണ്ടെന്നൊക്കെ ചിരി വരുന്ന കേട്ടതാണ്. ദുഷ്ടശക്തി ചോദിക്കാൻ പറഞ്ഞു. ഈ അഖിലിന്റെ കല്യാണം നേരെ വഴിക്കായിരുന്നു. ഞാൻ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു, വെച്ചായിരുന്നു. അതെങ്ങനെ സംഭവിച്ചു? ഇത്രയും കലാപ്രകടനത്തിന് പോയിട്ട് ഒരാളെ ഇതുപോലെ ഒന്നുമില്ല ലാ കോളേജിലോ ഒക്കെ പോയി കാണുമല്ലോ. സത്യോട സാറിന്റെ മുമ്പ് പ്രേമ വിവാഹം സത്യോട അറേഞ്ച്ഡ് മാരേജ് ആണ്. പക്ഷേ പെണ്ണിനെ ഞാൻ പ്രേമിച്ചിട്ടുണ്ട്. കൈക്ക് വിരലുണ്ടല്ലോ. കൈക്ക് വിരലുണ്ട്. ലവ് വിത്ത് അറേഞ്ച്ഡ്. ലവ് വിത്ത് അറേഞ്ച്. എന്റെ കുഞ്ഞമ്മയുടെ മോളുടെയാണ് വൈഫിന്റെ അനിയത്തി പഠിച്ചത്. അപ്പൊ അങ്ങനെ എനിക്ക് അറിയായിരുന്നു. ഒരു ദിവസം ഞാൻ വന്ന് ഇങ്ങനെയൊക്കെ നിന്ന് അഭ്യർത്ഥന നടത്തിയത് നമ്മൾ വീട്ടിൽ പോയി ചോദിച്ചു. ഞാനല്ല പോയി ചോദിച്ചത്. എന്റെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ഈ നമ്മൾ ഈ ഗൾഫിൽ പോയ സമയം നോക്കിയാണോ ആരും ചോദിച്ചത്? ഗൾഫ് കഴിഞ്ഞ് വന്നിട്ടാണ്. അത് കഴിഞ്ഞു അമ്മ ടോർച്ച് അടിച്ചോണ്ട് പോണോ ആലോചിക്കണം. അപ്പൊ ഒരിക്കലും മാത്രല്ല റോഡിൽ നിൽക്കുന്ന അമ്മ അങ്ങോട്ട് കയറ്റാനല്ലേ. അപ്പൊ എന്റെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചറിനെ വിട്ട് ഞാൻ ചോദിപ്പിച്ചു. അവര് ഞെട്ടിയോ? അവർ ഞെട്ടിയൊന്നുമില്ല. അവരൊന്ന് ആലോചിച്ചപ്പോഴത്തേക്ക് ചിലപ്പോ റെഡിയായി. അവരും നമ്മളെ പോലെ തന്നെ ഒരു സാധാരണക്കാരായിരുന്നു. അങ്ങനെ കെട്ടിച്ചു തന്നു. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. രണ്ടും അവര് ഹാപ്പി, ഞാൻ ഹാപ്പി എന്നുള്ള പ്രശ്നമുണ്ട് സാർ. ഇതിന് ഏറ്റവും വലിയൊരു സംഭവം ഉണ്ട് സാർ. അതിപ്പം മിക്കവാറും സാർ ഇത് ഷോ കഴിഞ്ഞപ്പോ ഞങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളല്ലേ, ഞങ്ങൾ പറഞ്ഞില്ലേ സാറേ ഇതുവരെ ഞങ്ങൾ പിണങ്ങിയിട്ടില്ലെന്ന്. ഈ കേസിൽ പിണങ്ങും. അത് സെക്യൂരിറ്റി വിടണം. കാര്യം 1 കോടിയാണ് പ്രതീക്ഷ. അതെ, അതിലിവൻ വിഷയം ഉണ്ടാക്കും. കാര്യം ഇവന് 2 പെൺകുട്ടികളാണ്, എനിക്കൊരു ചെറുക്കനേ ഉള്ളു. ഇവൻ മിക്കവാറും ഈ 1 കോടിയിൽ ഇവൻ 3/4 ഇവന് വേണമെന്ന് 2 പേരെ കെട്ടിച്ചു വിടേണ്ടത്. പെൺകുട്ടികളുടെ പിതാവ്. അതാണ്, അതുകൊണ്ടുള്ള ചെറിയൊരു ഭയം ഉണ്ടാവും. മണിയടി ജംഗ്ഷനിൽ കിടന്നു. ഒരു പ്രോഗ്രാമിന് പോയി ഒരാളെ അടിച്ചു മാറ്റി ഭാര്യയാക്കിയ പാർട്ടിയാ അല്ലേ? അതിൽ കൂടുതലല്ലേ എന്തെങ്കിലും. ആര്യ വീട്ടി ആര്യ സോറി നോബിയുടെ ആദ്യ സിനിമ ഏതായിരുന്നു?
രണ്ടുപേരും അയ്യോ 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 എനിക്കൊന്ന് നമ്മൾ രണ്ടും ഒരുമിച്ചാണ് സാർ ഞാൻ ആദ്യം പറഞ്ഞില്ല സാർ നമ്മളെ മറ്റേ നിങ്ങൾ സിനിമയിൽ കയറി ഒന്നിച്ചാണോ? സോങ് ആൻഡ് ഡ്രാമ ഡിവിഷനിലെ ആ, അതെ, ആ ആ. പ്രോഗ്രാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊരു ഗ്രൂപ്പായി. ആ പരിചയക്കാരെല്ലാരും കൂടെ ചേർന്ന് ഒരു സംഘടന തുടങ്ങി തിരുവനന്തപുരത്ത്. ആ. അപ്പൊ ഈ അരുണൊക്കെ ഉണ്ട് എല്ലാവരും ഉണ്ട്. അപ്പൊ അങ്ങനെ ലെനിൻ സാറിന്റെ ലെനിൻ രാജ എന്ന സാറിന്റെ അന്യർ എന്ന് അന്യർ, പറഞ്ഞ അന്യർ. ഒരു സിനിമ. ആ. അപ്പൊ അതിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജൂനിയർ ആർട്ടിസ്റ്റ് ആണ്, വേറെ എടുത്തവരെ എന്തുവായിരുന്നു നിങ്ങളുടെ ജോലി? അയ്യോ ഞങ്ങളെ ജോലി എന്ന് പറഞ്ഞാൽ നല്ല വേഷമായിരുന്നു സാർ. ആ. ആദ്യം ബസ്സിലിരിക്കുന്നത്. ആ. ബസ്സിലിരിക്കുമ്പോൾ നേരെ നോക്കാൻ പാടില്ല. കുനിഞ്ഞിരിക്കണം. ബസ്സിൽ ഇങ്ങനെ ഇരിക്കണം. കാര്യം വേറെ സീനിലുണ്ടായിരുന്നു ഞങ്ങള്. ഓ, നിങ്ങൾ കുറെ ആ, വേറെ സീനിലാണ് ഒരു പടത്തിൽ 4 അല്ല, അത് വേറെ വേഷമല്ലേ? അത് വേറെ വേഷം. ആ. അപ്പൊ ആ അപ്പൊ മുഖം ബസ്സിലേക്ക് കണ്ടോ- ഇങ്ങനെ ഇരിക്കണം ഇങ്ങനെ അല്ലേ? ഇരിക്കണം. ആ. പിന്നെ ആള് തികച്ച മതി. ആ. പോകുന്ന കാണാൻ മോൻ കാണിക്കത്തില്ല. ജനറൽ ഹോസ്പിറ്റലിലെ ഡെഡ് ബോഡികളായിട്ട് ആ. കലാപം കഴിഞ്ഞിട്ട് കുറെ പേര് ശവം ഇങ്ങനെ കൊണ്ടുപോകും. കിടക്കുന്നു. ആ, ഇങ്ങനെ ഉണ്ട്. അതിൽ നോബി കിടപ്പുണ്ടായിരുന്നോ? ഞാൻ ഇവനും ഉണ്ട്. അതല്ലേ? എവനെ ചിലപ്പോ പൊക്കും കേട്ടോ അവര്. ഈ വണ്ണമുള്ള ഒരാൾ 2-3 കാണുമ്പോഴേ ആ. ചിലടത്തൊക്കെ അവരെ പിടിച്ച് മാറ്റുവായിരുന്നു. അത് കറക്റ്റാ. ഈ ബോഡിക്ക് ഒരു മര്യാദ ഉണ്ട്. കിടക്കുന്നില്ലേ? രാത്രി ഷൂട്ട് സാർ ജനറൽ ഹോസ്പിറ്റലിൽ യഥാർത്ഥ ഹോസ്പിറ്റലിൽ തന്നെ ഷൂട്ട് ചെയ്താ ആ. ട്രിവാൻഡ്രത്ത്. അപ്പം ഇങ്ങനെ കിടക്കണം. ഒരു ഡെഡ് ബോഡിയിൽ നിന്ന് പുക വരുന്നു. ആ. ഒരു ഡെഡ് ബോഡിയുടെ സൈഡിൽ കൂടെ പുക നോക്കിയപ്പോ ഒരു അമ്മാവായി വീഡിയോ ഇരിക്കുന്നു. ആരും ഒരു 1-2 മണിക്കൂറായി അതിന്റെ അടിയിൽ കിടക്കുന്നു. ഉള്ളു പുക സൈഡിൽ കൂടെ വരുന്നു. അതൊരു കിടുന്ന കോമഡി ഉണ്ട്, ഓർമ്മ. അതായത് ആ ഷൂട്ട് അപ്പൊ നമുക്ക് ഈ വേഷങ്ങളാണ്. ആ. തീവ്രവാദി, മുഖം കാണത്തില്ല. ആ. അപ്പൊ എല്ലാം അല്ല, അതിൽ ഏതെങ്കിലും വേഷത്തിൽ മുഖം കാണിച്ചോ സംവിധായകൻ? ആ മുഖം. അപ്പൊ പിറ്റേ ദിവസം ഒരു 3-4 ദിവസം ഇങ്ങനെ പോയി. ഒരു ദിവസം ചെന്നപ്പം അസോസിയേറ്റ് ചോദിച്ചു, ഇതിൽ കിണറ്റിൽ ഇറങ്ങാൻ അറിയാവുന്ന ആരുണ്ടെന്ന് ചോദിച്ചു. നമ്മൾ 7 പേര് നിൽക്കുകയാണ്. അപ്പൊ ജോബി ആരും മുഖം കാണിക്കണം സാർ എങ്ങനെയെങ്കിലും. ജോബി കൈ കാണിച്ച് കിണറ്റിൽ കിണറ്റിൽ ഇറങ്ങാം. ഇറങ്ങാം. അപ്പോഴത്തേക്ക് നമ്മളെല്ലാം പറഞ്ഞു കിണറ്റിൽ ഇറങ്ങണ വേഷം ആകുമ്പോൾ എന്തായാലും ക്ലോസ് കാണും. ഒരാളെ മുഖം കിണറ്റിൽ ഇറങ്ങും, മുഖം ആ കാണിക്കും. പേടിയൊക്കെ കാണിക്കണമല്ലോ. അവൻ രക്ഷപ്പെട്ട് ഡയലോഗ് ചിലപ്പം കാണും, അല്ലെങ്കിൽ ബോഡിയെല്ലാം. അപ്പോഴത്തേക്ക് ചെന്നപ്പോ എന്തായാലും സംഭവം അറിയാവോ? ആ. നമ്മുടെ പ്രൊഡക്ഷന്റെ ഫുഡ് വെച്ചേക്കണ വീട്ടിലെ തൊട്ടി കിരട്ടി വീട് അതെടുക്കാൻ അറിയാമോ എന്ന് ചോദിക്കാൻ വേണ്ടി. സിനിമയുടെ സീനല്ല. നോബി കണ്ടി ഇറങ്ങിയോ? നോവി ഞാൻ നോക്കിയപ്പോഴേ ഇവൻ വെച്ച് വേഷം ഒരുക്കുന്നു. അപ്പൊ തൊട്ടി കിരട്ടി വീട്. ഞാൻ നോക്കിയപ്പോ മുട്ടിന്റെ അവിടെ വരെ ജീൻസ് പൊക്കി വെച്ചിട്ട് കിരട്ടിന്റെ സൈഡ് ചെയ്ത് ഇങ്ങനെ നോക്കാം. എന്നിട്ട് അയാൾ പറയണു, എനിക്ക് ഇറങ്ങണത് അഭിനയിക്കാനേ അറിയാമോ യഥാർത്ഥത്തിൽ. അല്ലല്ല, എനിക്കൊരു ഇങ്ങനെ ഒരു ശീലം ഉണ്ടാവും സാറേ. അതായത് ഈ കക്കൂസിന്റെ കുഴി എടുത്താലും നമ്മളൊന്ന് ഇറങ്ങി നോക്കും. കിണറിന്റെ കിണറൊക്കെ വിട്ടുമ്പോ ഒരു തൊടിയൊക്കെ നമ്മൾ ഇന്ന് ഇറങ്ങും. വീണ്ടും 2 തൊടിയാകുമ്പോൾ ഒന്ന് ഇറങ്ങും. എന്റെ വീട്ടിലെ സംഭവമാണ്. സ്കൂൾ വിട്ട് വരുമ്പോഴാണ് ഓരോ തൊടി കൂടുന്നത്. വീണ്ടും 3 തൊടിയാകുമ്പോൾ ഇറങ്ങും. അങ്ങനെ എനിക്ക് അത്യാവശ്യം വണ്ണമൊക്കെ ഉണ്ട്. അപ്പം പെട്ടെന്ന് കയറി വരാമല്ലോ. 4 തൊടിയായപ്പോ ഇറങ്ങും. 5 എണ്ണായിപ്പോ 7 എണ്ണായപ്പോ ഞാൻ ഇറങ്ങിയപ്പോ മസിൽ പിടിച്ച് ഞാൻ കയറാൻ പറ്റില്ല. മസിൽ പിടിച്ച് അവിടെ ഇരുന്ന് ആരെ വിളിക്കാൻ പിന്നെ കണ്ടുപിടിച്ചല്ല. നോബി നമ്മുടെ പ്രോഗ്രാമേ നന്നായിട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഓടേണ്ടി വന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? സാറിന് അറിയാമോ ഈ സുമതി വിളവ് അറിഞ്ഞൂടെ സാർ? സുമതി വളവ് സുമതി വിളവ് പാലോട് അവിടെ പരിപാടി. അപ്പൊ അന്ന് ട്രൂപ്പിന്റെ വണ്ടിയുണ്ട്. അതിൽ പോയില്ല നമ്മൾ. വേറെന്താ ചെറിയൊരു ഇടപാടുണ്ടായിരുന്നു. അങ്ങനെ സ്പോട്ടിൽ പോവാന്ന് പറഞ്ഞു. ട്രൂപ്പ് വണ്ടി പരിപാടി കഴിഞ്ഞ് പോയി. ഞാൻ എന്റെ YBX ബൈക്ക്. അതായത് YBX ബൈക്കിന്റെ പ്രത്യേകത ഫ്രണ്ട് പൊങ്ങി ബാക്ക് താന്നിരിക്കണം. ഞാനും ഇവനോട് ഇരിക്കുമ്പോൾ ബാക്ക് ഷാക്സ്പറിന്റെ സ്വിംഗ് ഒന്നും കാണത്തില്ല. ഇങ്ങനെ ഇരുന്ന് പോകണം ബൈക്കിൽ. ഞാനും ഇവരും കൂടെ ഈ പാലോട് വഴി വരെയാണ്. അപ്പൊ വേറെ സംഭവം സാർ, അവിടെ രാത്രി അങ്ങനെ ആൾക്കാർ പോവാൻ ചെറിയ സുമതി വിളവെന്ന് പറഞ്ഞാൽ അവിടെ ചെറിയൊരു പേടിയുണ്ട്. അപ്പൊ പിന്നെ ഒരു ലേഡി പ്രേതം ഉണ്ട് അവിടെ. ചെറുപ്പക്കാരെ ചെറിയൊരു ധൈര്യം കൂടെ വരുമല്ലോ. ഒന്ന് പോയി നോക്കാം എന്നുള്ള അങ്ങനെ അതുവഴി വരാനും ഉള്ളൂ. അല്ലെങ്കിൽ കറങ്ങി ഒരുപാട് ചുറ്റണം. അതുവഴി വന്ന് പേടിച്ചു പോയി. ഞാനാണ് ഓടിക്കണേ, ഇവൻ ബാക്കിൽ ഇരുന്നു. ഒരു വണ്ടി നമ്മൾ ബാക്കിൽ ഇരുന്നു. വണ്ടി കാണാം ചെറിയ നിലാവിളിച്ചത്തില്. ഞാൻ ഓടിക്കണേ, ഇവനാണ് ബാക്കിൽ തന്നെ പേടിപ്പിക്കണം. നമ്മൾ സ്പീഡ് കൂട്ടുമ്പം ഇതും സ്പീഡ് കൂട്ടും. നമ്മൾ സ്പീഡ് കുറയ്ക്കുമ്പോ മറ്റേ വണ്ടി കാണാം നമുക്ക്. ഇതും സ്പീഡ് കുറയ്ക്കും. നിർത്തി നോക്കുമ്പോ നിർത്തും. വീണ്ടും വണ്ടി എടുക്കുമ്പോ ഞങ്ങൾ വീണ്ടും സ്പീഡിൽ വരും. ലാസ്റ്റ് നമ്മളൊരു പോസ്റ്റിനോടോ ലൈറ്റോടോ സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ടാ ഇറങ്ങടാ ഇവൻ ധൈര്യം. എന്താണ് നോക്കണമല്ലോ. ഇറങ്ങി ചെന്നപ്പോ അവരും കൊണ്ട് നിർത്തി. സംഭവം എന്താണെന്ന് അറിയാമോ? ആ വണ്ടി ഹെഡ്ലൈറ്റ് ഇല്ല. നമ്മളെ കണ്ടാണ് ബാക്കിൽ നിന്ന് വല്ല ഈ വണ്ടി. ഇവരോട് നിങ്ങളെ ബാക്കിൽ നിന്ന് വന്നാലേ അവർ കാണത്തുള്ളൂ. അല്ല, നീ അന്ന് ഓടിച്ചോണ്ട് നീ രക്ഷപ്പെട്ടു. ഞാൻ ബൈക്ക് ഓടിക്കുമ്പോ ഞാൻ മറന്നു പോകും സാർ. ബൈക്ക് ഓടിക്കുന്നു മറന്നു പോകും. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്, അവന് ഞാനിവിടെ ആറ്റിങ് എന്ന് വരികയാണ്. ഞാൻ ഓടിക്കുന്നു, ബാക്കി ഇരിക്കുന്നു. അപ്പൊ അവനും ഒരു പെണ്ണുമായിട്ടൊരു പ്രേമം. അപ്പൊ അവര് ചെറിയൊരു വിഷയം പിണക്കവും. എനിക്ക് ഈ പെണ്ണിനെ അറിയാം. അപ്പൊ ഇവൻ ഇന്ന് സംസാരിക്കുന്നു, നീ അങ്ങനെ കേൾക്കണം. അപ്പൊ ഞാൻ പറയാ, ഞാൻ സംസാരിക്കാം. അപ്പൊ പെണ്ണ് എനിക്ക് പരിചയമുണ്ടല്ലോ. അങ്ങനെ ഞാൻ സ്കൂട്ടർ ഓടിക്കും. ഞാൻ പറഞ്ഞു ഭയങ്കര വിഷയമാണ്. ഞാൻ പറഞ്ഞു അങ്ങനെ അല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ബൈക്ക് ഓടിച്ചിരിക്കണം. എടാ ഇതിന്റെ വിഷയം എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ തിരിയാണ്. ഇവൻ ബാക്കി ഇരിപ്പുണ്ടല്ലോ. ബൈക്ക് ഓടിച്ചാൽ ഞാൻ തിരിഞ്ഞ് പിന്നെ ബൈക്കും വിട്ടിട്ട് ഇവനോട് സംസാരിക്കുകയാണ്. എടാ അങ്ങനെ വിഷയം എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ ഇടിച്ചു സാർ. ഇടിച്ച് കയറി എന്റെ പാന്റ് കയറി പോയി സാർ. അതായത് എന്റെ പാന്റ്
ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് കേറിയിട്ട് ഞാൻ പിന്നെ ഇങ്ങനെ നിപ്പായി. കാരണം വേറെ വണ്ടി വരുമ്പോ നേരെ നിക്കാൻ പറ്റില്ല, വിട്ടുപോയി പാന്റ്. ഞാൻ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കാണ്. ലാസ്റ്റ് പിന്നെ അരുണ് വീട്ടിൽ നിന്ന് ആട്ടോ വിളിച്ചൊരു മുണ്ട് കൊണ്ടുവന്നിട്ടാണ് ഞാൻ അവിടെ നിന്ന് നീങ്ങിയത്. ഒരു പോസ്റ്റിന്റെ മറവിൽ നിന്ന്